ഒരു രോഗവും ഇല്ലാതെ സുഖമായി ജീവിക്കാനുള്ള സൗഭാഗ്യം മനുഷ്യനുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. വളരെ വളരെ ലളിതമാണ് രോഗങ്ങളില്ലാതെ ജീവിക്കുക എന്നത്. പക്ഷെ പലരും കരുതുന്നത് രോഗങ്ങളില്ലാതെ ജീവിക്കുക സാധ്യമല്ല, മനുഷ്യനായാൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരും, അങ്ങനെ രോഗം വരുമ്പോൾ മരുന്ന് മേടിച്ച് കഴിച്ചാൽ മതി, മരുന്ന് രോഗങ്ങളെ മാറ്റുന്ന ഒരു അത്ഭുത സാധനമാണ്. ഒരു രോഗത്തിന് മരുന്ന് കഴിച്ചിട്ടും അത് മാറുന്നില്ല എങ്കിൽ അത് മരുന്ന് ശരിയായ മരുന്നല്ലാത്തത് കൊണ്ടാണ്, ശരിയായ ഡോക്ടർ അല്ലാത്തത് കൊണ്ടാണ്. ശരിയായ ഡോക്ടറെടുത്ത് ശരിയായ ആശുപത്രിയിൽ ശരിയായ മരുന്ന് പോയി കഴിക്കുകയാണെങ്കിൽ രോഗം മാറാതിരിക്കില്ല എന്നൊക്കെയാണ് നമ്മുടെ അന്ധവിശ്വാസങ്ങൾ. ഇനി അഥവാ ഞങ്ങളെപ്പോലുള്ളവർ രോഗമേ വരാതെ ജീവിക്കുക സാധ്യമാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അത് വളരെ കഠിനമായ ദുസ്സഹമായ ചിട്ടകളൊക്കെ പാലിച്ച് മഹർഷിമാർ ജീവിക്കുന്നത് പോലെയൊക്കെ ജീവിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകൂ എന്നാണ് പിന്നെയും പലരും കരുതുക. ഒട്ടും ലളിതമായിരിക്കില്ല ആ വഴി എന്നാണ് പലരുടെയും ധാരണയിൽ വരിക. എന്നാൽ രോഗങ്ങൾ ഇല്ലാതെ ജീവിക്കുക എന്നുള്ള വഴി ഏറ്റവും എളുപ്പമുള്ളതാണ്. രോഗങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നതാണ് വാസ്തവത്തിൽ ഏറെ ദുരിതം നിറഞ്ഞ, ഏറ്റവും കഷ്ടപ്പാട്, ഏറ്റവും ബുദ്ധിമുട്ട് രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. ആ രോഗം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനാണ് ഏറ്റവും പ്രയാസം. ഞാൻ ഈ പറയുന്ന കാര്യത്തോട്, ഈ ആമുഖത്തോട് നിങ്ങൾ എത്രത്തോളം യോജിക്കും എന്നെനിക്കറിയില്ല. രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും വലിയ പ്രയാസം, ബുദ്ധിമുട്ട് എന്ന് കരുതുന്നവർ എത്ര പേരുണ്ട്? രോഗം ഉണ്ടാക്കിയെടുക്കാനാണ് ബുദ്ധിമുട്ട്, രോഗം ഉണ്ടാക്കിയെടുത്ത് ജീവിക്കലാണ് പ്രയാസം എന്ന് കരുതുന്ന എത്ര പേരുണ്ട്? ആരുമില്ല. അപ്പൊ ഞാൻ തുടക്കത്തിലേ പരാജയപ്പെട്ടു. ഇപ്പൊ രോഗം ഉണ്ടാവാതെ ജീവിക്കുക സാധ്യമല്ലാന്നും അങ്ങനെ ജീവിക്കുന്നത് വലിയ പ്രയാസമുള്ളതാണെന്നും, രോഗം ഉണ്ടാക്കലാണ് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ കരുതുന്നില്ല. രോഗം ഉണ്ടാക്കിയെടുക്കുന്ന ജീവിതമാണ് എളുപ്പമുള്ളത് എന്നാണ് നിങ്ങൾ കരുതുന്നത്. അതിൽ നിങ്ങൾ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം നമ്മുടെ പാഠപുസ്തകങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത് രോഗം ആരാ ഉണ്ടാക്കുന്നത്? രോഗാണുക്കൾ. എവിടെയാ രോഗാണുക്കൾ? അത് കാണാൻ പറ്റുകയില്ല. ഭൂത പ്രേത പിശാചുക്കളെ പോലെയാണ്. പണ്ട് കാരണന്മാര് ഭൂതപ്രേത പിശാചെന്ന് പറയുമായിരുന്നു, കാണാൻ പാടില്ലാത്ത ശക്തികളെ. ഇന്ന് കാണാൻ പാടില്ലാത്ത ശക്തികളെ ശാസ്ത്രം മൈക്രോസ്കോപ്പിലൂടെ കാണിച്ചു തന്നിട്ട് പറയുന്നു, ഈ കാണുന്ന ബാക്ടീരിയയാണ്, വൈറസാണ്, ഫംഗിയാണ് നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കുന്നത്. അതിനെയെല്ലാം കൊന്നു കഴിഞ്ഞാൽ രോഗം മാറും. എന്നിട്ട് ആന്റിബയോട്ടിക്കും അങ്കിൾബയോട്ടിക്കും ഒക്കെ ഉപയോഗിച്ചിട്ട് ആരെങ്കിലും രോഗം മാറണുണ്ടോ? ജലദോഷം, പനി, ചുമ, കഫക്കെട്ട് അതൊക്കെ മാറും. പക്ഷെ വലിയ താമസമില്ലാണ്ട് അതെല്ലാം അടിച്ചമർത്തി കഫമെല്ലാം ഉള്ളിൽ തങ്ങിക്കഴിയുമ്പോൾ ആസ്തമയായിട്ട് മാറും, മൈഗ്രെയിനായിട്ട് മാറും. അതിൻ്റെ എല്ലാം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ടിന്, അലർജിക്ക്, അസിഡിറ്റിക്ക്, കഫക്കെട്ടിന്, പനിക്കെല്ലാം മരുന്ന് കഴിച്ച് പ്രമേഹം ഉണ്ടാകും. മരുന്ന് കഴിച്ചാണ് പ്രമേഹം ഉണ്ടാകുന്നത്. കാരണം ആദിവാസികളിൽ പ്രമേഹം ഇങ്ങനെയില്ല.
ഇത് പാരമ്പര്യ രോഗമാണെങ്കിൽ ആദിവാസികൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്കും പാരമ്പര്യമുണ്ടല്ലോ, ഞങ്ങൾക്കൊന്നും പ്രമേഹം വരുന്നില്ല, വരികയില്ല. ഇംഗ്ലീഷ് മരുന്ന് കഫക്കെട്ടിന്, ജലദോഷത്തിന്, പനിക്ക്, ചുമയ്ക്ക്, തുമ്മലിന്, അലർജിക്ക്, ആസ്തമയ്ക്ക്, ത്വക്ക് രോഗങ്ങൾക്ക്, ഇതിനെല്ലാം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തെ താറുമാറാക്കാത്ത ആർക്കും തന്നെ പ്രമേഹമോ പ്രഷറോ ഹൃദ്രോഗമോ അൾസറോ ആർത്രൈറ്റിസോ ഫൈബ്രോയിഡോ സിസ്റ്റോ അലർജിയോ വരില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. ഈ ശരീരത്തിന് നൽകാൻ യോഗ്യതയുള്ള, ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന, ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയുന്ന, ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, ശരീരത്തിന് സുഖം നൽകുന്ന സാധനങ്ങൾ മാത്രം ഇട്ടുകൊടുത്ത് ശരീരത്തെ കൊണ്ടു നടക്കുന്നവർക്ക് ഒരു രോഗവും വരില്ല എന്നുള്ളതാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ആരോഗ്യത്തിന്, ഒരാൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നതിന്, ആരോഗ്യത്തോടെ ജനിച്ചതിന് എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടോ? ആരോഗ്യം ഉണ്ടാകുന്നതിന് കാരണം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരോഗ്യത്തോടെ ജനിച്ചു, എന്താ കാരണം? വേണമെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ആരോഗ്യം ഉണ്ടായിരുന്നു. നമ്മള് പശുവിന് ചാവാലി കാളയെ സമ്മതിക്കില്ല, മനുഷ്യരിൽ സമ്മതിക്കാറുണ്ട്. സ്ത്രീധനം കുറച്ച് ചോദിക്കുന്നുള്ളൂ, അവർക്ക് കള്ളുടിയനാണെങ്കിലും അവൻ കഞ്ചാവ് വലിക്കുന്നെങ്കിലും സാരമില്ല, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നന്നായാലോ എന്നൊക്കെ കരുതിയിട്ട് ചാവാലി കാളയ്ക്കും നമ്മൾ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ പശുവിൽ നമ്മൾ ചാവാലി കാളയെ സമ്മതിക്കാറില്ല. വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളത് പച്ചക്കറിക്ക് മാത്രമുള്ളതാണോ, മനുഷ്യനും കൂടെ ബാധകമല്ലേ എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾ അച്ചടക്കം പാലിക്കണം, ആഹാരപാനീയങ്ങളിൽ ജീവിതത്തിൽ ധർമ്മനിഷ്ഠ പാലിക്കണം, ആത്മീയ നിഷ്ഠ പാലിക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഈ വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളത് പച്ചക്കറിക്ക് മാത്രമല്ല മനുഷ്യനും ബാധകമാണ് എന്നുള്ളിടത്താണ്, തലമുറകളുടെ ആരോഗ്യത്തിന്റെ ഭാഗത്താണ്. അപ്പൊ ഈ ആദ്യത്തെ അമ്മയ്ക്ക് കുഞ്ഞുണ്ടാകുന്നത് ഈ അമ്മയുടെ അതിന് മുമ്പുള്ള ആ ആരോഗ്യം, ജീവൻ ഉത്ഭവിക്കുന്നത്, ആരോഗ്യം എന്നുള്ളത് സ്വതസിദ്ധമായി പ്രപഞ്ചത്തിലെ സകല ജീവികളിലും കൂടെ ഒരു യാത്ര നടത്തുന്ന ഒരു ചൈതന്യമാണ്. ജീവചൈതന്യത്തിന്റെ ഭാഗമാണ് ആരോഗ്യം. അത് പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഉണ്ടാകുന്ന ഒന്നാണ്. അത് ആത്മനിഷ്ഠമാണ്. അപ്പൊ ആരോഗ്യം എന്നുള്ളത് ജീവന്റെ അവിഭാജ്യമായ ഘടകമാണ്, ജീവന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതിൽ നിന്ന്, ജീവനിൽ നിന്ന് കൈമാറ്റം ചെയ്ത് മനസ്സിലേക്കും ശരീരത്തിലേക്കും വരുന്ന ഒരു ശക്തിവിശേഷം, അതിനെ നമുക്ക് 90 മില്ലി വോൾട്ടേജ് ആയിട്ട് വേണമെങ്കിൽ കാണാം. HP ലെവലിന്റെ 12, 13, 14 ആ രീതിയിൽ HP ലെവൽ ഹിമോഗ്ലോബിന്റെ ലെവലായിട്ട് വേണമെങ്കിൽ നോക്കി മനസ്സിലാക്കാം. pH ലെവൽ 7.4 എന്നുള്ളൊരു സുസ്ഥിതിയിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ശരീരം തുടരുന്നു എന്ന് വേണമെങ്കിൽ തിരിച്ചറിയാം. പല രീതിയിൽ നമുക്കതിനെ കാണാം. അപ്പോൾ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് ഇത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ആരോഗ്യം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, ജീവന്റെ ഭാഗമാണ്. ആ ആരോഗ്യത്തിന് തടസ്സമുണ്ടാകുന്നതിന്, ആ ആരോഗ്യത്തിന് തകരാറുണ്ടാകുന്നതിന്, ഒരു കാറ് വാഹന നിർമ്മാതാവ് ആ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് തരുന്നത്, ആ കമ്പനിയുടെ ശരിയായ നിർമ്മിതിയെല്ലാം നടത്തി പരിശോധിച്ച് നോക്കി ഓക്കെയാണ് എന്ന് പറഞ്ഞ് അതിന്റെ എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. നിങ്ങൾ ഓടിച്ചു തുടങ്ങുമ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് അതിന് തകരാറുണ്ടാകുന്നത് കാരണങ്ങൾ പലതുള്ളത് കൊണ്ടായിരിക്കും. അതിന്റെ വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസ്
അത് മാറി. കാരണമുണ്ട്, അത് 2 പ്രാവശ്യം കുഴി ചാടിയിരുന്നു. അതിന്റെ ക്ലച്ച് പെട്ടെന്ന് തന്നെ തേഞ്ഞു പോയി. എങ്ങനെയാ അത് തേഞ്ഞു? അപ്പോൾ വർക്ക്ഷോപ്പുകാരൻ പറയും, ചേട്ടൻ ക്ലച്ചിൽ കാല് വെച്ചാണോ ഓടിക്കുന്നത്? അപ്പൊ ഞാൻ കാല് അമർത്താറൊന്നുമില്ല, വെറുതെ. പക്ഷെ ന്യൂ ജനറേഷൻ കാറുകളില് ക്ലച്ചിന്റെ പുറത്ത് കാല് ഒരു സാധനം തൊട്ടാ മതി, അത് കുഴപ്പത്തിലാവാൻ. കാലെടുത്ത് താഴെ തന്നെ വയ്ക്കണം. അപ്പോൾ ന്യൂ ജനറേഷൻ കാറുകൾ തകരാറിലാകുന്നെങ്കിൽ അതിന് കാരണം ഉണ്ടാകും. ഈ കാറിനും തകരാറുണ്ടാകുന്നെങ്കിൽ, രോഗം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണം തീർച്ചയായും ഉണ്ടായിരിക്കും. കാരണമില്ലാതെ ആരോഗ്യത്തിന് നാശമോ തകരാറോ രോഗങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുന്നു. നമ്മുടെ ക്ലാസ് ഇതുപോലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാം, ഞാനും ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് ഏകപക്ഷീയമായി അനുസരിക്കുക എന്നുള്ളത് വേണ്ട, കേട്ടിട്ട് പോകുക എന്നുള്ളതും വേണ്ട. നമ്മുടെ വിവേകബുദ്ധിക്ക്, വിവേചന ബുദ്ധിക്ക് സ്വീകാര്യമല്ലാത്തതിനെ എല്ലാം ചോദ്യം ചെയ്യാനും തള്ളിക്കളയാനും എതിർക്കാനും കഴിയണം. അടിസ്ഥാനപരമായ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ ക്ലാസ് പങ്കെടുത്താൽ മതി, നടന്നാൽ മതി. ഞാൻ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞാൻ തിരുത്താം, നിങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും തിരുത്തണം. നിങ്ങൾ തിരുത്തിയെന്ന് എഴുതിയിട്ട് എനിക്കൊന്നും ഉണ്ടാകാനില്ല. നിങ്ങൾ തിരുത്തിയില്ല എന്ന് എഴുതിയിട്ട് എനിക്ക് നഷ്ടം ഉണ്ടാവാനില്ല. ഒരു പക്ഷേ എനിക്ക് ലാഭം ഉണ്ടായിരുന്നുണ്ട്. നിങ്ങൾ തിരുത്തിയില്ല എങ്കിൽ എനിക്കും എന്തെങ്കിലും ലാഭം ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ അപാകതകൾ, ജീവിതത്തിലെ തെറ്റുകൾ, അപാകതകൾ തിരുത്തുകയാണെങ്കിൽ അതിൻ്റെ മെച്ചം നിങ്ങൾക്ക് മാത്രമാണ്. തിരുത്തുന്നില്ല എങ്കിൽ നാട്ടിൽ പലർക്കും അതിൻ്റെ മെച്ചമുണ്ട്, എനിക്കും അതിൻ്റെ ഒരു ചെറിയ മെച്ചമെങ്കിലും കുറച്ച് ദിവസത്തേക്ക് കിട്ടാനുള്ള സാധ്യത ചെറുതായിട്ടുണ്ട്. അത് തുലവും ചെറിയൊരു സാധ്യത മാത്രമാണ്. എനിക്ക് അങ്ങനെ ഒരു സാധ്യത വേണ്ട. ഞാൻ എല്ലാവരെയും പഠിപ്പിക്കുന്നത് രോഗങ്ങളില്ലാതെ ജീവിക്കാനുള്ള വഴിയാണ്. രോഗമാണോ ലാഭം? രോഗമില്ലാത്ത ജീവിതമാണോ ലാഭം? ഏതാ ലാഭം? രോഗമില്ലാത്ത ജീവിതം എന്ത് ലാഭം? നിങ്ങൾ രോഗമില്ലാണ്ട് ജീവിച്ചാൽ എന്ത് ലാഭം ഉണ്ടാകാന? ഒരു ലാഭം ഉണ്ടാകാനില്ല. എന്താ ലാഭം ഉണ്ടാകുക? എന്താ ലാഭം? സമയ ലാഭവും ഇല്ല. നിങ്ങൾ രോഗമില്ലാണ്ട് ജീവിച്ചു കരുതി മറ്റുള്ളവർക്ക് രോഗിക്കില്ലാത്ത 10 മണിക്കൂർ കൂടെ നിങ്ങൾക്ക് ലാഭം കിട്ടുമോ? അങ്ങനെ നഷ്ടം വരില്ല എന്നുണ്ടാവാം. ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങൾ രോഗി ഇരുന്ന സമയം നിങ്ങൾക്ക് നഷ്ടം വന്നില്ല, ലാഭം കിട്ടാൻ പോണില്ല. എല്ലാവർക്കും 20, രോഗിക്കും രോഗമില്ലാതെ ജീവിക്കുന്ന എനിക്ക് 24 മണിക്കൂർ തന്നെ ഉള്ളൂ. എനിക്ക് രോഗമില്ലാതെ ജീവിക്കുന്നതുകൊണ്ട് 25 മണിക്കൂർ കിട്ടില്ല, ലാഭം ഉണ്ടാവില്ല. ഞാൻ 24 മണിക്കൂറിൽ 5 മണിക്കൂർ ഞാൻ ഡോക്ടറെ മുമ്പിൽ പോയി കുത്തിയിരുന്നില്ല, എനിക്ക് നഷ്ടം വന്നില്ല. ഡോക്ടർക്ക് ഞാൻ കാശ് കൊടുത്ത് എനിക്ക് നഷ്ടം വന്നില്ല, ലാഭം ഉണ്ടാകാൻ പോണില്ല. എനിക്ക് ഒരു പൈസ പോലും ലാഭം ഉണ്ടാകാൻ പോണില്ല. മരുന്ന് മേടിച്ച് നഷ്ടം വന്നില്ല എന്ന് മാത്രമേ വരാൻ പോകുന്നുള്ളൂ. ഇവിടെ രോഗമില്ലാതെ ജീവിക്കുക എന്നുള്ളത് ലാഭകരമല്ല. രോഗം ഉണ്ടായി ജീവിക്കുന്നതാവട്ടെ വലിയ ലാഭമാണ്, വലിയ ലാഭമാണ്. ആർക്കൊക്കെയാണ് ലാഭം? നിങ്ങൾക്കല്ലാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ രോഗിയായി കഴിഞ്ഞാൽ ലാഭമുള്ളത് ആർക്കൊക്കെയാണ്? മെഡിക്കൽ ഷോപ്പുകാർക്ക്, ഡോക്ടർക്ക്, ആശുപത്രിക്ക്, മരുന്ന് കമ്പനിക്കാർക്ക്, ആരോഗ്യ വകുപ്പിന്, ആശുപത്രി പോകാനുള്ള ഓട്ടോറിക്ഷ ഓടുന്നത്, കാർ ഓടുന്നത്, ഇങ്ങനെ പല നിലകളിൽ പലർക്കും ലാഭം കിട്ടുന്ന ഒരു ഏർപ്പാടാണ് സമൂഹത്തിൽ ഇടക്കിടക്ക് പുതിയ രോഗങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കുക, മരുന്നുകൾ വിതരണം ചെയ്യുക, രോഗം വരാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞുള്ള ഇതിൻ്റെ പിന്നിൽ വലിയ ലാഭക്കൊതിയെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ മനുഷ്യർ രോഗമില്ലാണ്ട് ജീവിക്കണം, കുഞ്ഞുങ്ങളെല്ലാം നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ രാജ്യത്ത് മദ്യം കൊടുക്കുക. ഈ മെഡിക്കൽ ടെക്സ്റ്റ് ഡേവിഡ്സൺസ്
പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഈ മെഡിക്കൽ ടെക്സ്റ്റിന്റെ 23ാമത്തെ എഡിഷനാണിത്. ഇന്റർനാഷണൽ എഡിഷനാണ്. ലോകമെമ്പാടുമുള്ള മെഡിക്കൽ ടെക്സ്റ്റുകളിൽ ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ മദ്യം എന്നുള്ളത് ഒരു വർഷം 25 ലക്ഷത്തോളം ആളുകളെ കൊല്ലുന്നു എന്നും ലോകത്ത് മനുഷ്യർക്ക് രോഗദുരിതങ്ങൾ നൽകുന്ന ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് GBD എന്ന് പറയും. അതിന്റെ 9ാമത്തെ കാരണം, 15 കാരണങ്ങളാണ് ഈ പുസ്തകത്തിൽ എടുത്തു പറയുന്നത്. അതിൽ 5.3 എന്ന ചാപ്റ്റർ രോഗദുരിതങ്ങൾ ലോകത്തിന് സമ്മാനിക്കുന്ന 15 കാരണങ്ങൾ. അതിൽ 9ാമത്തെ കാരണമായിട്ടാണ് മദ്യത്തെ പറയുന്നത്. അച്ഛനെ ഞാൻ കാണിച്ചു കൊടുക്കും. എന്റെ സൈഡില് ആൽക്കഹോൾ, മദ്യം, ഇതിന്റെ ലഭ്യത കൂടിയതും വില കുറഞ്ഞു കിട്ടുന്നതുമൊക്കെയാണ് വലിയ ആപത്തുകളായത്. ആ 9ാമത്തെ കാരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന്റെ രോഗദുരിതങ്ങൾക്ക് കാരണം തവിടില്ലാത്ത ചോറ് തിന്നുന്നതാണെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. തവിടില്ലാത്ത ചോറ് തിന്നുന്നത്, പിന്നെ പഴങ്ങൾ ആവശ്യത്തിന് കഴിക്കാത്തത്, രോഗങ്ങളുടെ കാരണമായിട്ട് രോഗം എന്ന് അഭിമുഖീകരിക്കുന്ന രോഗദുരിതങ്ങളുടെ കാരണമായിട്ട് പുകവലിയുണ്ട്, അതിൽ പ്രമേഹമുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മദ്യം, തവിടില്ലാത്ത ധാന്യങ്ങൾ കഴിക്കുന്നത്, മൈദ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ തവിട് കളഞ്ഞ ചോറ്, വെള്ളച്ചോറ്, ഉഴുക്കലരി ചോറ്, പഴങ്ങൾ ആവശ്യത്തിന് കഴിക്കാത്തത്. അടുത്ത പേജിൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന, മദ്യം ഉണ്ടാക്കുന്ന ഭീകരതയെ കുറിച്ച് സൂചിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ ഭരണകൂടം, നമ്മുടെ ആരോഗ്യ വകുപ്പ്, നമ്മുടെ ഡോക്ടർമാർ, നമ്മുടെ ആശുപത്രിക്കാർ ഈ രോഗദുരിതങ്ങൾ ഉണ്ടാക്കുന്ന കാരണങ്ങളെ കുറിച്ച് മൗനം പാലിക്കുകയും അത് ഞങ്ങളെ പഠിപ്പിക്കാത്തത് കൊണ്ട് ആളുകളൊക്കെ മൈദ കൊണ്ടുള്ള പൊറോട്ട തിന്നുകയും ബേക്കറി മണ്ടൻ ബ്രെഡ് മേടിച്ച് തിന്നുകയും രോഗികളാകുകയും അതിന് ആശുപത്രിക്കാർ ചികിത്സയ്ക്ക് ഇരിക്കുകയും ആരോഗ്യവകുപ്പ് വ്യാപകമായി മരുന്ന് കൊടുക്കുകയും ചെയ്യുന്ന പരിതാപകരമായ ഒരു അവസ്ഥ നാട്ടിലുള്ളത് എന്തുകൊണ്ടാണ്? ഇവിടെ ലാഭം മദ്യത്തോടൊപ്പം നിൽക്കുന്നതാണ്. നാശമുണ്ടാക്കുന്നതെങ്കിലും മദ്യത്തോടൊപ്പം നിൽക്കുന്നതാണ് ലാഭകരം. അതാണ് വ്യവസായം. ഇപ്പുറത്തെ വ്യവസായം മരുന്നുണ്ടാക്കുന്നതാണ്, അപ്പുറത്തെ വ്യവസായം മൈദ ഉണ്ടാക്കുന്നതാണ്. പഴങ്ങൾ കഴിക്കാതെ ചിപ്സാക്കി, പഴങ്ങൾ ചിപ്സാക്കിയിട്ടും പാക്കറ്റിൽ വരുന്ന ബിസ്ക്കറ്റ് ആക്കിയും ഒക്കെ കഴിക്കുന്നതാണ് അവിടെ ലാഭകരം. ഇപ്പൊ എവിടെയാണോ ബിസിനസ് ഉള്ളത്, എവിടെയാണോ ലാഭമുള്ളത്, അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഭരണകൂടങ്ങളും ആരോഗ്യ വകുപ്പുകളും ആശുപത്രികളും ഡോക്ടർമാരും എല്ലാവരും. ഇപ്പോൾ നിങ്ങൾ രോഗിയായി കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇന്ത്യയിലെ 120 കോടി ജനങ്ങളും രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന കല പഠിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ GDPക്ക് എന്താ സംഭവിക്കുക? GDP ഇടിഞ്ഞു താഴും. മൈദ കഴിക്കില്ല, ബേക്കറി കഴിക്കില്ല, ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസറിന്റെ ബേബി പൗഡറോ ബേബി മണ്ണെണ്ണയോ മേടിച്ച് കുഞ്ഞുങ്ങളെയൊന്നും തേച്ച് രോഗികളാക്കില്ല. ആളുകള് ഇപ്പോൾ ജോൺസന്റെ ടാൽക്കം പൗഡർ തേച്ച് ക്യാൻസർ പിടിച്ചിട്ടുള്ള അനേകം പേർക്ക് അമേരിക്കയിൽ നഷ്ടപരിഹാരം കൊടുക്കുകയാണ് ജോൺസൺ. ക്യാൻസർ പിടിച്ചതിന്റെ പേര് കോടതി വിധിയാണ്. കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തി ഇന്ത്യയില്. ഇന്നലെ മാതൃഭൂമി ദിനപത്രത്തിന്റെ ഓൺലൈനില് ജോൺസന്റെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ വളരെ നല്ലതാണ്, അങ്ങനെയാണ്, ഭയങ്കര നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് എഞ്ചിനീയർമാർ ഇതൊക്കെ നോക്കിയിട്ടാണ് ഇടുന്നത്, ആരോഗ്യ പ്രവർത്തകർ നോക്കുന്നുണ്ട്. ഏറ്റവും അടിയിൽ ഈ പരസ്യമാണ്, ഏറ്റവും അടിയിൽ ഇത് പരസ്യമാണ്.
അത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പരസ്യം തന്നവരോട് തന്നെ ബന്ധപ്പെടേണ്ടതാണെന്നിട്ട് മാതൃഭൂമി കൈകാര്യമുണ്ട്. ഇത് ഇന്ത്യയിൽ വരെ റെയ്ഡ് നടത്തിയിരിക്കുന്ന ജോൺസന്റെ വേണ്ടിയിട്ട് മാതൃഭൂമിയെ പോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ പാരമ്പര്യമുള്ള ഒരു പത്രം, ലാഭം എവിടെയുണ്ടോ അതിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അതിനെ എതിർക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള, അവഹേളിക്കാനുള്ള വലിയ ശ്രമമാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണോ ഇക്കാര്യത്തിൽ സത്യം പറയുന്നത് അവരെ അടിച്ചൊതുക്കാനും ജയിലിലടയ്ക്കാനും ഭ്രാന്തമായ ആവേശമാണ് ഭരണാധികാരികൾ കാണിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ രോഗമില്ലാത്തൊരു ജീവിതം ജനങ്ങൾക്ക് വന്നാൽ ആശുപത്രികൾ പോകേണ്ടി വരും, അല്ലെങ്കിൽ വല്ല റോഡപകടമോ അത്യാവശ്യമുള്ള അത്യാഹിതങ്ങളോ ഉണ്ടായാൽ മാത്രമേ ഒരു ആശുപത്രിയുടെ ആവശ്യം മനുഷ്യജീവിതത്തിന് വരുന്നുള്ളൂ. അല്ലാതെ ആളുകൾ ആഹാരപാനീയങ്ങളിൽ ശ്രദ്ധ വെച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അത് ഈ രാജ്യത്തിന്റെ ഇന്ന് നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭയങ്കരമായ തകർച്ചയാണ് ഉണ്ടാക്കുക. ഇപ്പൊ തൊടുപുഴയിൽ എത്ര ആശുപത്രിയുണ്ട്? തൊടുപുഴയിൽ തൊടുന്നതെല്ലാം ആശുപത്രിയായി മാറിക്കൊണ്ടിരിക്കുക. ക്യാൻസർ ഇങ്ങനെ ഇടുക്കി മേഖലകളിൽ വ്യാപൃതമാകുക. വിദേശത്തെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നതിനെ തുടർന്ന് നിരോധിച്ച കീടനാശിനികൾ മൊത്തം ഇടുക്കി കൊണ്ടൊന്ന് കോരി ഒഴിക്കുകയാണ്, കർഷകരെ കൊണ്ട് ഒഴിപ്പിക്കുകയാണ്. അതിനെതിരെ അല്പം ആക്ഷൻ എടുത്തു തുടങ്ങി. തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുത്തെ പച്ചക്കറികളിലെ കീടനാശിനികളൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കിയ ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിരുന്ന TV അനുപമയെ ഒതുക്കി ചവിട്ടി പുറത്താക്കി. ഇപ്പൊ തൃശ്ശൂർ കളക്ടറായിട്ട് കൊണ്ട് ഇരിച്ചിട്ടുണ്ട്. അങ്ങനെ അധികമൊന്നും കൊച്ചു മിണ്ടാണ്ടൊക്കെ ഇരുന്നാൽ മതി, ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ഭരിക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ, ഞങ്ങൾ ഭരിക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഞങ്ങൾ അനുവദിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾക്ക് എതിരെന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവമാകും. അവിടെ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പോ ആരോഗ്യ മേഖലയിൽ നിങ്ങളുടെ ആരോഗ്യം ചൂതാടപ്പെടുകയാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ ശ്രമങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് അയഡിനുപ്പ് തരുന്നുണ്ടല്ലേ, അല്ലേ? അയഡിനുപ്പ്. ഈ അയഡിനുപ്പ് നിങ്ങൾക്ക് തരുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഗോയിറ്റർ രോഗം ഉണ്ടാവാതിരിക്കണമെന്നുള്ള സർക്കാരിന്റെ ഒരു വലിയ ആഗ്രഹത്തെ തുടർന്നാണ് നിങ്ങൾക്ക് അയഡിൻ ഉപ്പ് നൽകുന്നത്. ആരെങ്കിലും ഒരാൾ മെഡിക്കൽ ടെക്സ്റ്റിലെ ഒരു ചെറിയ ഭാഗം വായിക്കാമെന്ന് മുന്നോട്ട് വരാമോ? ആരാന്ന് ചെറിയൊരു ഇംഗ്ലീഷ് വായിക്കാം. ഇത് മാർട്ടിൻഡേയുടെ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടെക്സ്റ്റാണ്. ഇതിനപ്പുറത്തേക്ക് ലോകത്തൊരു മെഡിക്കൽ ടെക്സ്റ്റ് ഇല്ല. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനുമായി ചേർന്ന് ഇവർ പല പ്രസിദ്ധീകരണങ്ങളും ഇറക്കുന്നുണ്ട്. ഇത് 33ാമത്തെ എഡിഷനാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ്. അന്ന് ഞാൻ 44,000 രൂപ കൊടുത്താണ് ഈ സാധനം വാങ്ങിച്ചത്. ഇപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 54,000 അതിനപ്പുറം കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ലോകത്ത് വേറെ ആധികാരികമായ മെഡിക്കൽ ടെക്സ്റ്റ് ഇല്ല എന്ന് പറയുന്നത് ശരി. ഇതിൽ അയഡിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതിന്റെ 1522ാമത്തെ പേജിലാണ് അയഡിനെ കുറിച്ച് പറയുന്നത്. Adverse effects of iodine. Adverse effects of iodine and iodides, whether applied topically or administered systematically, can give rise to hypersensitivity reactions which may include urticaria, angioedema, cutaneous, hemorrhage or purpose
fever, andralgia, lymphadenopathy, and eosinophilia. Inhalation of iodine vapor is very irritating to mucous membranes. Iodine and iodines have variable effects on the thyroid and can produce goiter and hypertension as well as hyperthyroidism or Job-Baisedow phenomenon. Goiter and hypertension have also occurred in infants born to mothers who had taken iodine during pregnancy. Prolonged administration may lead to range of adverse effects often called iodism. Although some of the effects could be considered to be due to hypersensitivity, these include adverse effects on the mouth such as metallic taste, increased salivation, burning or pain. There may be acute rhinitis and swelling and inflammation of the throat. Eyes may be irritated and swollen, and there may be increased lacrimation. Pulmonary oedema and bronchitis may develop. Skin reactions include aniform or more rarely severe eruptions, erythema. Other reported effects include depression, insomnia, impotence, headache, and gastrointestinal disturbance, notably diarrhea, which may be bloody. ഈ അയഡിൻ ഉപ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകാനിടയുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? ഗോയിറ്റർ തന്നെ ഉണ്ടാക്കാനിടയുണ്ടെന്നാണ് മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നത്. തൈറോയിഡിന് തകരാറുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അമ്മൂമ്മമാർക്കില്ലാത്ത തൈറോയിഡിന്റെ അസുഖങ്ങൾ നിങ്ങളിപ്പോ സ്ത്രീകളിൽ മൊത്തം കാണുന്നുണ്ടോ? തൈറോയിഡിന്റെ തകരാറ് കൂടി വരികയാണോ? ആണ്. എന്തായിരിക്കും കാരണം? സർക്കാർ നിങ്ങൾക്ക് അയഡിൻ ഉപ്പ് തന്നിരിക്കുന്നു. നിങ്ങൾ അയഡിൻ കൂടുതലായിട്ട് ഉപ്പ് കൂടുതലായി ഉപയോഗിക്കുന്നു. റേഡിയോ തുറന്നാൽ അയഡിൻ ഉപ്പ് ബുദ്ധി കൂട്ടും, ഗോയിക്കളില്ലാതെയാക്കും, അയഡിൻ ഉപ്പ് കഴിക്കണം. നിങ്ങളെല്ലാവരും സർക്കാരിനെ അനുസരിക്കുന്നു. വിനീത വിധേയരായിട്ട് അനുസരിച്ചില്ലെങ്കിൽ പിടിച്ച് ജയിലിട്ടെന്ന് വരും. നിങ്ങളുടെ തൈറോയിഡ് തകരുന്നു. സുഖമായിട്ട് ഡോക്ടർമാർ നിങ്ങളെ ജീവിതകാലം മുഴുവൻ ചികിത്സിക്കുകയാണ്. തൈറോയ്ഡ് രോഗത്തിന് മരുന്നില്ല, ഒരു രോഗത്തിനും മരുന്നില്ല. എല്ലാ രോഗവും മാറാരോഗം ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവര്. അയഡിൻ ഉപ്പ് കഴിച്ചോ നിങ്ങളുടെ തൈറോയിഡിന് തകരാറുണ്ടാകുമെന്ന് മെഡിക്കൽ ടെക്സ്റ്റ് സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഇനി ഇമ്പോർട്ടൻസിയും ഉണ്ടാകും. പുരുഷന്മാർക്ക് ലൈംഗിക ബലഹീനത ഷണ്ടത്വം ഉണ്ടാകും. ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ പോളിസി എന്താ? കൂടുതൽ കുട്ടികളെ വേണമെന്നാണോ, കുട്ടികളുടെ എണ്ണം കുറയ്ക്കണമെന്നാണോ? കുറയ്ക്കണം. അപ്പോ അയഡിൻ ഉപ്പ് കഴിച്ച് തൈറോയിഡിന് തകരാറുണ്ടായാൽ പിന്നെ ജനിക്കുന്ന കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവുമോ? അയഡിൻ കൂടുതൽ കഴിക്കുന്ന അമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും തൈറോയിഡിന്റെ തകരാറ് വന്ന ആ കുഞ്ഞിന്റെ വംശം നശിഞ്ഞു പോകാൻ വേറെ ഒന്നും വേണ്ട. അയഡിൻ ഉപ്പ് നന്നായിട്ട് കഴിച്ചാൽ മതി. പുരുഷന്മാർക്ക് ഇമ്പോർട്ടൻസി ഉണ്ടായി കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ ആഗോള ഗൂഢാലോചനകൾ ഭീകരമായി പലതുണ്ട്. അത് പറയുന്നതിന്റെ പേരിലാണ് ഞാൻ ജയിലിൽ പോകേണ്ടി വന്നത്. 12 ദിവസം ജനങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ ദോഷഫലങ്ങൾ മെഡിക്കൽ ടെക്സ്റ്റിൽ നിന്ന് വായിച്ചതാണ്. ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന പ്രളയം കഴിഞ്ഞ ഉടനെ എല്ലാവരും കഴിക്കണമെന്ന് സർക്കാർ നിർബന്ധിച്ച ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കിന്റെ ദോഷഫലങ്ങൾ അമേരിക്കൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച കൺസ്യൂമർ ഡ്രഗ് റഫറൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, അത് ഇംഗ്ലീഷിൽ വായിച്ച് മലയാളത്തിൽ പറഞ്ഞതിനാണ്. മലയാളത്തിൽ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് പോലും അല്ല,
എന്നെ അറസ്റ്റ് ചെയ്തതും പൂജപ്പുര ജയിലില് 12 ദിവസം പിടിച്ചിട്ടതും ഇത് നിങ്ങളോട് പറഞ്ഞതിനാണ്. ഇതിപ്പോ ഈ പറഞ്ഞതിന് എന്നെ പിടിച്ച് വേണമെങ്കിൽ വീണ്ടും ഉള്ളിലിടും. ഇപ്പൊ 26-ാം തീയതി എന്നെ വീണ്ടും അറസ്റ്റ് ചെയ്തത് തൃത്താല പോലീസ് വിളിച്ച് പറഞ്ഞേക്കുകയാണ്. പിന്നെ ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്. മുമ്പ് അവർ ഇങ്ങോട്ട് വന്ന് അറസ്റ്റ് ചെയ്തു, ഇപ്രാവശ്യം അറസ്റ്റ് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് ചെന്ന് കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ ഒരു അപേക്ഷ. എന്നേക്കാം ഒരു അറസ്റ്റല്ലേ, വെറുതെ കളയണ്ടെന്ന് ഞാനും കരുതിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. നമ്മുടെ പ്രവർത്തകരും എല്ലാവരും കൂടെ സന്തോഷമായിട്ട് 26-ാം തീയതി രാവിലെ 10-നും 11 മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നല്ല നേരമൊക്കെ നോക്കിയിട്ട് വേണ്ടേ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, അറസ്റ്റ് ചെയ്യട്ടെ. കാര്യം എന്താ, നിപ്പ വന്നപ്പോ വവ്വാലാണ് നിപ്പ പരത്തുന്നതെന്നും വവ്വാല് കടിച്ച പഴം തിന്നതുകൊണ്ടാണെന്നും ആരോഗ്യവകുപ്പ് പ്രസ്താവന ഇറക്കി. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരിക്കലും വരില്ല. വവ്വാലിൽ നിന്നൊരു രോഗം മനുഷ്യന് വരില്ല, വവ്വാല് കടിച്ച പഴത്തിൽ നിന്നും വരില്ല. പഴം രോഗം മാറ്റുന്ന സാധനമാണ്. നിങ്ങൾ പഴം കഴിച്ച് രോഗമില്ലാണ്ട് ജീവിച്ചാൽ ഞങ്ങളുടെ കച്ചവടം എങ്ങനെ നടത്തും? ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ പ്രൊമോഷൻ കിട്ടും? എങ്ങനെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ ആരോഗ്യവകുപ്പിൽ ചേർക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ രോഗികൾ നാട്ടിലുണ്ടാവും. അപ്പോൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് മെഡിക്കൽ ടെസ്റ്റുകൾ, ഞാൻ ഈ മെഡിക്കൽ ടെസ്റ്റുകൾ സാധാരണ ഇത്രയൊന്നും എല്ലായിടവും കൊണ്ടുപോകാറില്ല. റിപ്പീറ്റ് ചെയ്യാൻ ആരെങ്കിലും ഇവിടെ വരാൻ പോകണമെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. തീർച്ചയായും ശ്രമിച്ചു നോക്കുക. എല്ലാ സഹായവും തരാം, എല്ലാ സഹായവും ചെയ്യാം, മെഡിക്കൽ ടെസ്റ്റുകളെല്ലാം തരാം. തീർച്ചയായും ശ്രമിച്ചു നോക്കുക. ഏതാ അതിലേക്കൊക്കെ നമുക്ക് വരാം. കാര്യം ആദ്യം നിങ്ങളുടെ തലയിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രസിന്റെ വാളുകൾ നിങ്ങളെ രോഗികളാക്കി മരുന്ന് വിൽക്കാനുള്ള മരുന്ന് കമ്പനികളുടെ ഭീകരതകൾ തിരിച്ചറിയുക. അതിഭീകരമായ അന്തരീക്ഷം. നിങ്ങൾ കരുതണ പോലെ അല്ല. ബിൽ ഗേറ്റ്സ് പോലുള്ള രാക്ഷസന്മാര് ഭീകരമായ ഫണ്ടുകൾ കൊടുത്തിട്ടാണ് പല മരുന്നുകളും വാക്സിനുകളും നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. 1999 അമേരിക്കയിൽ നിർത്തലാക്കിയതിലാണ് ഓറൽ പോളിയോ വാക്സിൻ. കൂടുതൽ വാക്സിൻ പോളിയോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക നിർത്തിയത്. ആ പാഷാണമാണ് ബിൽ ഗേറ്റ്സ് $900 മില്യൺ മൻമോഹൻ സിംഗ് ഇരിക്കുമ്പോൾ ഇന്ത്യക്ക് തന്നിട്ട് ആ പണം കൊണ്ടാണ് ഈ വാക്സിനേഷൻ അമേരിക്കയിൽ നിർത്തിയ പാഷാണം ഇന്ത്യയിലെ കുഞ്ഞുങ്ങളിൽ മുഴുവൻ കോരി ഒഴിക്കുന്നത്. കെനിയയിലെ ബിഷപ്പുമാര്, കെനിയയിലെ കാത്തലിക് ഡോക്ടർമാര് ഈ വാക്സിനില് പെൺകുട്ടികൾക്ക് ഗർഭഛിദ്രം വരുന്ന സാധനം കെമിക്കൽ ചേർത്തു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സമരത്തിന് തുടങ്ങി. അവിടെ നമ്മുടെ നാട്ടിൽ അതുണ്ടോ ഇല്ലയെന്ന് ആരിത് പരിശോധിക്കുന്നത്? ടെലിവിഷൻ ചാനലിൽ ഇരുന്ന് ഒരു കക്ഷി എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? നമ്മുടെ കയ്യിൽ ഇവിടെ സുനന്ദ പുഷ്കർ മരിച്ചു, കൊലപാതകമാണ്, വയറ്റിൽ റേഡിയോ ആക്റ്റീവ് ഒക്കെ കണ്ടുപിടിച്ചു. എന്താ സാധനം എന്ന് കണ്ടുപിടിക്കാൻ ഇന്ത്യയിലെ ഒരു ഗവേഷണ സ്ഥാപനത്തിനും പറ്റണില്ല. എന്നിട്ട് അമേരിക്കയിൽ അയച്ചു. അപ്പൊ അവര് പറഞ്ഞു പൊളോണിയം 2000 അങ്ങനെ എന്തൊക്കെയോ. അവന്റെ കയ്യിലാണ് ഈ പുതിയ വിഷമൊക്കെ, അവന്റെ കയ്യിലേ ഉള്ളൂ. എന്നോട് ചോദിക്കണം എന്റെ കയ്യിൽ തെളിവുണ്ടോന്ന്. പിന്നെ നമ്മുടെ കയ്യിൽ തെളിവുണ്ടാണ്. എങ്ങനെ നമുക്ക് നിങ്ങളും ഞാനൊക്കെ ഒരേപോലെ നിൽക്കുന്ന ആളുകളാണ്, നമുക്കെങ്ങനെ തെളിയിക്കാൻ പറ്റുക? സംഗതികൾ നമുക്ക് ലോകത്തിന്റെ തീരുമാനം, ലോക തീരുമാനം, ആഗോള തീരുമാനം, ലോകാരോഗ്യ സംഘടന തീരുമാനം, 3-ാം ലോക രാജ്യങ്ങളിലെ ജനസംഖ്യ കുറയണം. അതിനുവേണ്ടി അവര് നമുക്ക് സാരി തന്നു, ബക്കറ്റ് തന്നു, കാശ് തന്നു, എന്നിട്ടും നടന്നില്ല. നേരിട്ടുള്ളത് മാറ്റി അവർ നേരിട്ടല്ലാത്ത നിരവധി രീതികളിലൂടെ നമ്മുടെ രാജ്യങ്ങളിലെ ജനസംഖ്യ നിയന്ത്രിക്കാൻ, നമുക്ക് രോഗങ്ങൾ കൂടുതൽ തന്ന് എല്ലാവരെയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനൊക്കെയുള്ള നിരവധി ഹീനതന്ത്രങ്ങൾ അവർ പയറ്റുന്നുണ്ട്. ഇനി അല്ല എങ്കിൽ പോലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതല്ലേ? ഇത് സാധ്യത ഉള്ളതല്ലേ? മെഡിക്കൽ ടെക്സ്റ്റുകൾ ഇതേപോലെ പറയുമ്പോൾ ആ സാധ്യത കൂടെ കണ്ട് ജീവിക്കലല്ലേ? വിയറ്റ്നാമിലെ ജനങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അമേരിക്കയുടെ ഈ ഭീകരത മുഴുവനും ഏജന്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഭീകര കീടനാശിനി കലക്കി ഒഴിച്ചു പറഞ്ഞതല്ലേ കൂടെ വിയറ്റ്നാമിൽ മുഴുവൻ കൂടെ കാർപ്പറ്റ് ബോംബിങ് നടത്തി. കാർപ്പറ്റ് ബോംബിങ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിരന്നു നിന്ന് അങ്ങ് പോകുമ്പോൾ ബോംബിട്ടുകൊണ്ട് അങ്ങ് പോകും. കാർപ്പറ്റ് ഇരിക്കുന്ന പോലെ ബോംബ് വിരിച്ചാണ് വിയറ്റ്നാമിനെ. എന്ത് ചെയ്തിട്ടാണ് വിയറ്റ്നാമിലെ ജനത
എന്ത് ചെയ്തിട്ടാണ് മൂന്നാം ലോക രാജ്യങ്ങളിലെ ഓരോ രാജ്യത്തിന്റെ നേരെയും അമേരിക്ക ഈ ഭീകരത അഴിച്ചുവിടുന്നത്? അപ്പോ അവര് തരുന്ന യുദ്ധമില്ലാത്ത സമയത്ത് ആയുധങ്ങളല്ലാതെ അവര് തരുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും നമ്മൾ സംശയിക്കുന്നുണ്ട്. കാരണം അതും ഒരു വെപ്പണായിട്ട്, ഫുഡ് വെപ്പൺ. രണ്ടു തരം ആയുധങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. ഒന്ന് ആഹാരം, ഫുഡ് വെപ്പൺ. രണ്ടാമത്തേത് വെതർ വെപ്പൺ. ഒരു രാജ്യത്തിന്റെ കാലാവസ്ഥ തകിടം മറിച്ച് കളയുക. നമുക്ക് ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ സാധിക്കും. മഴ പെയ്യിക്കാൻ സാധിക്കുമെങ്കിൽ മഴ പെയ്യിപ്പിക്കാതിരിക്കാനും സാധിക്കും. രണ്ടു തരം ആയുധങ്ങളാണ് ലോകത്തുനിന്ന് പ്രയോഗിക്കപ്പെടുന്നത്, ഫുഡ് വെപ്പണും വെതർ വെപ്പണും. ഇത് വളരെ സുന്ദരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികളുടെ കൂട്ടത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ രോഗികളാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ആഗോള രാഷ്ട്രീയ ശക്തികളെ, സാമ്പത്തിക ശക്തികളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്കൊരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉത്സവമാണ്, 30-35 ലക്ഷമാണ്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ കരൾ മാറ്റം 30 ലക്ഷം 50 ലക്ഷമാണ് അവർക്ക് മേടിക്കുന്നത്. ഇപ്പൊ ആശുപത്രി, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങുമ്പോൾ ആദ്യം ഓർഡർ കൊടുക്കുന്നത് 1000 ബക്കറ്റിനാണ്. ആശുപത്രി പ്രവർത്തിക്കാൻ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ വേണ്ടത് ബക്കറ്റാണ്. 1000 ബക്കറ്റ്. എന്നിട്ട് ഓരോ പ്രദേശത്തും അവരുടെ ഏജന്റുമാരുണ്ട്, പിരിവ് സംഘങ്ങൾ. ഏജന്റുമാർക്ക് ബക്കറ്റ് കൊടുക്കും. ഈ ബക്കറ്റും കൊണ്ട് നാട് മുഴുവൻ നടന്ന് പിരിക്കുക എന്ന് വെച്ചാൽ ആർക്കും ഇന്നത്തെ ചികിത്സ താങ്ങാൻ പറ്റില്ല. ഒരു ഹൃദ്രോഗം വന്നാൽ, ക്യാൻസർ വന്നാൽ, കരളിന് കേട് വന്നാൽ ആ കുടുംബം മുടിഞ്ഞിട്ട് ആ കുടുംബം വിറ്റത് കൂടാതെ പിന്നെ നാട് മുഴുവൻ നടന്ന് പിരിക്കണം. ഇങ്ങനൊരു ഭീകരത നർമ്മദയിലെ ആദിവാസികൾക്കില്ല. അവര് നമ്മളെക്കാളും ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുന്നുണ്ട്. വയനാട്ടിലെ ആദിവാസികളുടെ കഷ്ടകാലമാണ്. അവരുടെ കാട് മുഴുവൻ നമ്മൾ വെട്ടിത്തീർത്തു. അവരുടെ ഭക്ഷണ രീതി മുഴുവൻ മാറ്റി. നമ്മൾ തവിടില്ലാത്ത ചോറ് കൊടുത്തിട്ട്, റേഷൻ കൊടുത്തിട്ട് അവരെ നശിപ്പിച്ചു. അവിടെ മരണവും മാൽന്യൂട്രീഷനൊക്കെ ധാരാളം കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിഭീകരമായ ഒരു ചതിയുടെ, മരുന്ന് കമ്പനികളുടെയൊക്കെ കെണിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ആ രക്ഷപ്പെടലിനെ കുറിച്ച് സംസാരിക്കുന്ന ഞങ്ങളെല്ലാം ജീവന് നേരെയുള്ള ഭീഷണിയുടെ മുന്നിൽ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടെന്ന് പറഞ്ഞാൽ എനിക്കതൊരു വിഷയമൊന്നുമില്ല. ഞാൻ പ്രൊഫസർ MP മൻമോഹന്റെ ശിഷ്യനാണ്. കോടതി ചെന്നിട്ട് മദ്യഷാപ്പ് വിക്കറ്റ് ചെയ്ത് കുറ്റമാണെന്ന് പറഞ്ഞപ്പോൾ ഇത് കുറ്റമാണെങ്കിൽ ഞാൻ ആ കുറ്റം ചെയ്തിട്ടുണ്ട്, അതിന് തരാവുന്ന പരമാവധി ശിക്ഷകൾ തന്നേക്കാൻ പറഞ്ഞ പ്രൊഫസർ MP മൻമോഹന്റെ ശിഷ്യനാണ് ഞാൻ. ജയിലിനെ കണ്ടൊന്നും പേടിച്ചു കൊടുക്കില്ല. പക്ഷെ അതിനേക്കാളും വലിയ ജീവന് നേരെയുള്ള ഭീഷണികളെ നേരിട്ടാണ് ഓരോ ദിവസവും ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അപ്പൊ ഞാൻ ഇനി കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ 38 കൊല്ലമായി രോഗങ്ങളില്ലാതെ ജീവിക്കുന്നു. നന്ദി പറയേണ്ടത് ആചാര്യനായ വർമാജിക്കും ഗുരുബോധനായിട്ടുള്ള വൈദ്യഭൂഷണം രാഘവൻ തിരുവിൽപ്പാടിനും ഗാന്ധിജിക്കുകയാണ് നന്ദി പറയുന്നത്. കണ്ണു തുറപ്പിച്ചത് ഇവരൊക്കെയാണ്. അതിനുമുമ്പ് ഞാനും കരുതിയിരുന്നത് രോഗാണുക്കൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നിസ്സഹായരാണ്, നമ്മളെങ്ങനെ ജീവിച്ചാലും രോഗാണുക്കളൊന്ന് രോഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? മരുന്ന് കഴിക്കുക, രോഗാണുക്കളെ കൊല്ലാൻ നോക്കുക. ഇങ്ങനെ ഞാനും മരുന്നൊക്കെ മേടിച്ച് കഴിച്ചിരുന്നു. കോളറ പരക്കാതിരിക്കാൻ ആരോഗ്യ വകുപ്പിന്റെ ജീപ്പിൽ കയറി എന്റെ ചുറ്റുപാടുമുള്ള വീട്ടിലും നാട്ടിലും ഡോറി കൊണ്ടുപോയി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കിടക്കിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ 2 ലോറിനും കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. സഹായിക്കാൻ നോക്കിയതാ. ഇന്നലെ അവരെ ചെയ്ത ദ്രോഹമാണ്. ക്ലോറിൻ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ്. അത് വെള്ളത്തെ നന്നാക്കുകയല്ല, നശിപ്പിക്കുകയാണ് ചെയ്യുക, വിഷമുള്ളതാക്കുകയാണ് ചെയ്യാന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇന്നെനിക്കൊരു കാര്യം അറിയാം. നമ്മുടെ ഉള്ളിൽ ഒരു രോഗാണു ഉണ്ടെന്ന് വയ്ക്കുക. രോഗാണുവാണ് രോഗം ഉണ്ടാക്കുന്നതെന്നോ രോഗാണുക്കൾ എന്നൊരു കൂട്ടരുണ്ടെന്നോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞേക്കരുത്. അങ്ങനെ സങ്കല്പിക്കുക. നമ്മുടെ ഉള്ളിൽ അണുക്കളുണ്ട്, രോഗാണുക്കളാണ്. അപ്പൊ എന്ത് ചെയ്യണം? രോഗാണുക്കളെ കൊല്ലണം. ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ, മുസൽമാനാണോ? ക്രിസ്ത്യാനിയാണോ? എന്താ 10 കൽപ്പനകളിൽ പറഞ്ഞിട്ടുള്ളത്? 5ാമത്തെ കൽപ്പന എന്താ? കൊല്ലരുത്. ഇപ്പോഴല്ലേ പറഞ്ഞാൽ കൊല്ലണമെന്ന്.
ഇപ്പൊ പറഞ്ഞോണ്ട് കൊല്ലണമെന്ന്. കള്ള ക്രിസ്ത്യാനിയ? എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് കൊല്ലണം എന്ന ഒരാശയത്തെ സ്വീകരിക്കാൻ പറ്റുക? നമ്മുടെ മതവിശ്വാസം അനുസരിച്ച് കൊല്ലുക, അതെന്തിനേയും ആയിക്കൊള്ളട്ടെ, കൊല്ലുക എന്നുള്ള ഒരു ആശയത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാലുറപ്പിക്കാൻ സാധിക്കുക? നിന്റെ അയൽക്കാരനാരാ? തൊട്ടപ്പുറത്ത് താമസിക്കുന്ന തൊമ്മിയല്ല. നിന്റെ മനുഷ്യന്റെ അയൽക്കാരൻ കാക്കയും കോഴിയും പരുന്തും മറ്റു ജീവജാലങ്ങൾ. ഏതൻ തോട്ടത്തിൽ നിന്നെ മാത്രം എല്ലാ ജീവജാലങ്ങളെയും ഒന്നിച്ചാണ്, സൗഹാർദ്ദ ജീവിതമാണ് ഏതൻ തോട്ടം. നിന്നോട് എന്താ തിന്നാൻ കൽപ്പിച്ചേ? നിന്നെ സൃഷ്ടിച്ചപ്പോ സൃഷ്ടിയിലെ കൽപ്പന എന്താ? ഉൽപ്പത്തി 1-ാം അധ്യായം 28, 29 വാക്യങ്ങൾ എന്തെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? 28 പറയുന്നത്, ആകാശത്തിലെ പറവകളുടെയും ജലത്തിലെ മത്സ്യങ്ങളുടെയും കരയിലെ മൃഗങ്ങളുടെയും മേൽ ഞാൻ നിനക്ക് ആധിപത്യം തന്നിരിക്കുന്നു. 29, നിന്റെ ആഹാരത്തിന് ഞാൻ ഹരിത സസ്യങ്ങൾ തന്നിരിക്കുന്നു എന്നാണ്. ഭൂമിയിൽ ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി വിത്തുകൾ കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. ഉണ്ടോ? ബൈബിളിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ഏത് ക്രിസ്ത്യാനിയാണ്? എന്റെ ചെറുപ്പത്തില് അപ്പനപ്പന്മാര് അമ്പൊക്കെ മരിച്ചിരുന്നത് 90, 100 നടുവൊക്കെ വളയും കൂനും. 80 വയസ്സിലൊന്നും അങ്ങനെ കൂന്നില്ല. 80 കഴിഞ്ഞ് 90കളുടെ ജീവിതത്തിലാണ് വളഞ്ഞ് വടി കുത്തിപ്പിടിച്ച് കണ്ണും കാണുകയില്ല, ചെവിയും കേൾക്കുകയില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ വടി കുത്തിപ്പിടിച്ചൊക്കെ നടക്കും. പിന്നെ വീട്ടിൽ ഇരിപ്പാകും, പിന്നെ കിടപ്പാകും. മാസങ്ങൾ കിടന്നാണ് മനുഷ്യർ മരിച്ചിരുന്നത്. ഇപ്പൊ കുട്ടിയായ എന്നെയും കൂട്ടി അമ്മയും അമ്മൂമ്മയും എല്ലാം അപ്പൊ അവിടെ കാർന്നവര് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി. ഈ വാവ് കഴിഞ്ഞ് പോവില്ല. ഈ കണക്കും കൂട്ടിയിട്ടാണ് പ്രതീക്ഷയോടെ ചെല്ലണത്. അപ്പൂപ്പൻ അമ്മൂമ്മമാര് നാട്ടിലുള്ളവരെല്ലാം അമ്മൂമ്മമാരിങ്ങനെ ചുറ്റും ഇരുന്നിട്ട് ഈശോ മറിയോസേപ്പ് വായു വലിക്കാൻ തുടങ്ങിയെന്ന് കണ്ടാൽ മനുഷ്യനെ പേടിപ്പിക്കാൻ ഈശോ മറിയോസേപ്പ് ഈ ആത്മാവിനെ കൊണ്ട് ചാവണതിന് മുമ്പേ ഞാൻ ഓർക്കും, ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ പേടിയാവുക, കിടക്കണൊക്കെ ഉണ്ടാവുക. ഈശോ മറിയോസേപ്പ് ഈ ആത്മാവിനെ കൂട്ടായിരിക്കണേ, ഈ ആത്മാവിനെ കൂട്ടായിരിക്കണേ. ഇങ്ങനെ രാത്രിയും പകലും അതിനിടത്ത് കട്ടൻ ചായ വരും, വെറ്റില വരും. പണ്ടത്തെ അമ്മമാര് വെറ്റില എടുത്തിട്ട് ചുണ്ണാമ്പ് വെക്കും. ഇപ്പൊ നമ്മുടെ ആൺപിള്ളേര് പെൺപിള്ളേരും ഒക്കെ കൂടെ ചുണ്ണാമ്പ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിനാന്ന് മാത്രമേ രണ്ടും ചുട്ടേക്കല് തന്നെയാണ്. അപ്പോ ഇങ്ങനെ ഇരുന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പൂപ്പനും അമ്മൂമ്മയും മരിക്കണത്. ഇതുപോലെ നടക്കണ വഴി കുടഞ്ഞു വീണ് മരിക്കണം. 40 വയസ്സുള്ള 22 വയസ്സുള്ള ചെറുക്കന്മാര് സഹിതം. ഇങ്ങനെയൊരു കാലം 50 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. ഇതുപോലെ രോഗികളും ഉണ്ടായിട്ടില്ല. ഇതുപോലെ ആരോഗ്യമില്ലാത്ത ജന്മങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാ 50 കൊല്ലം മുമ്പ് ഷർട്ടിട്ട് നടന്നിരുന്ന എത്ര പേരുണ്ട് ഇവിടെ? 50 കൊല്ലം മുമ്പ് ഷർട്ടിട്ട് നടന്ന എത്ര പേരുണ്ട് ഇവിടെ? പോർട്ടുഗലിലാണ് നമുക്ക് 2 ചെറുപ്പക്കാരുള്ളത്, അല്ലേ? 2 കുട്ടികൾ. എന്താ പേര്? ഓക്കെ, കൃഷ്ണപ്രസാദ്. ഇവിടെ പേര് കേട്ടു. ഫാൻ്റെ ബഹളമൊക്കെ ഉള്ളതുകൊണ്ട് കൃഷ്ണപ്രസാദിന് എത്ര ഡ്രസ് ഉണ്ട്? കുറേ ഉണ്ട് കേട്ടോ. കുട്ടി ഈ പ്രായത്തിൽ, കൃഷ്ണപ്രസാദിന്റെ പ്രായത്തില് എത്ര ഉടുപ്പുണ്ടായിരുന്നു? രണ്ടോ മൂന്നോ കാണും. ചിലപ്പോ ഒന്നേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ചേട്ടൻ കടയിൽ പോയൊക്കെയാണ്. ചേട്ടൻ വന്നാലേ അവന്റെ പിന്നെ കളുസം മേടിച്ചിട്ടുണ്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ എല്ലാ അവസ്ഥ. 50 കൊല്ലം 50 കൊല്ലത്തിന് മുമ്പ് ചെരുപ്പിട്ട് നടന്നവർ എത്ര പേരുണ്ട്? 50 കൊല്ലം മുമ്പ് 4 വയസ്സത്ത് മഴയുള്ള ഒരു ടോയ്ലറ്റിൽ പോയിരുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടില്? 50 കൊല്ലം.
പുളിമരത്തിൻ്റെ പുറകിലും തെങ്ങിൻ്റെ പുറകിലും കൂട്ടിയൊക്കെയാണ് നമ്മൾ പോയി ഇന്ന് കാര്യം സാധിച്ചിരുന്നത്. 50 കൊല്ലം മലത്തിൽ നിന്ന് രോഗം ഉണ്ടാവുന്നു. എന്നിട്ട് നമ്മുടെ കാരണന്മാർ, നമ്മുടെ കുട്ടികൾ, നമ്മൾ മൊത്തം രോഗികളായിരുന്നു. കുട്ടികൾക്കൊന്നും ഒരു രോഗമില്ലായിരുന്നു. പിന്നെ പതുക്കെ തുടങ്ങിയത് കഫക്കെട്ട്, തുമ്മല്, ചീറ്റല്, ജലദോഷം, പിന്നെ പനി. ഇതെല്ലാം കയറി വന്നത് പ്രായമുള്ള ആളുകൾ ആലോചിച്ച് നോക്കിയാൽ സമൂഹത്തിൽ രോഗം പടർന്നത് തിരിച്ചറിയാൻ പറ്റും. ഈ അടുത്ത കാലത്ത് മാത്രം. ചെറുപ്പക്കാർക്കത് മനസ്സിലാവില്ല. ഇങ്ങനെ ഈ രോഗം സകലർക്കും പ്രമേഹം, സകലർക്കും പ്രഷർ, സകലർക്കും ഹൃദ്രോഗം, ഇങ്ങനെ ഒരു രോഗാവസ്ഥ ആയിരുന്നില്ല 50 കൊല്ലം മുമ്പ് ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതങ്ങൾക്ക്. ഇത് ബോധപൂർവം മരുന്ന് കമ്പനികൾ ഉണ്ടാക്കിയെടുത്ത രോഗപ്പെരുക്കങ്ങളാണ്, രോഗത്തിരുപ്പിറവികളാണ്. ഇത് തവിട് കളഞ്ഞ ചോറ് തന്ന്, മൈദ തന്ന്, വനസ്പതി തന്ന്, മിഠായി, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ബേക്കറി സാധനങ്ങൾ, ഇതുപോലുള്ള സാധനങ്ങൾ ചെന്നാണ് ഈ സാധനം നശിക്കാൻ തുടങ്ങിയത്. അതെങ്ങനെയാണെന്ന് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു കൂലിപ്പണിക്കാരന് ഇന്ന് പണിയെടുത്താൽ ഇന്ന് കൂലി, നാളത്തെ ഭക്ഷണം. ഇന്ന് പണിയെടുത്താൽ ഇന്ന് കൂലി. ഇതുപോലെയാണ് ശരീരം. ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഇന്നത്തെ കാര്യം സുഖമായി, എനർജിയായി. നാളെ പിന്നെ വിശക്കും, വീണ്ടും കൊടുക്കണം. അന്നത്തെ അപ്പം കൊണ്ട് കഴിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് ശരീരം. കാര്യം ശരിയാണ്. എന്നെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ 6 ദിവസം ഞാൻ പച്ചവെള്ളം മാത്രം കുടിച്ചുള്ളൂ. ജയിൽ അധികാരികൾക്ക് ഭയങ്കര പരിഭ്രമവും പരാക്രമവും ഒക്കെ ആയിരുന്നു. ക്ഷീണം കൂടുതലുണ്ടോ, തളർച്ചയുണ്ടോ, ആശുപത്രി കൊണ്ടുപോകണോ, ഡ്രിപ്പ് കയറ്റണോ എന്നൊക്കെ. അവർ കണ്ടപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ കൈക്കും കാലിലും ഒക്കെ ആംബുലൻസിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കള്ള ഉപവാസം മാത്രമല്ലേ അവർ കണ്ടിട്ടുള്ളൂ. 6 ദിവസമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പുലി പോലെ തന്നെ ഇരിക്കുകയും സന്ദർശകർ വരുമ്പോൾ പോയി കണ്ടിട്ട് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതവിടെ നോക്കട്ടെ. സാധാരണ രീതിയിൽ ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് അന്നത്തെ എനർജിക്ക് കിട്ടുന്നു. നാളെ നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ആകെ ക്ഷീണിക്കുകയും തളരുകയും പ്രയാസത്തിലാവുകയും ചെയ്യുന്നു. 2-3 ദിവസം കഴിച്ചില്ലെങ്കിൽ ആകെ പ്രയാസത്തിലാകുന്നു. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ എനർജി ആയിട്ട് മാറുന്നത്. കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ മാംസമായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. നിങ്ങളുടെ രക്തമായിട്ട് മാറുന്നതും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ നിങ്ങളുടെ രക്തത്തിന്റെ ക്വാളിറ്റി, നിങ്ങളുടെ മാംസത്തിന്റെ ക്വാളിറ്റി, നിങ്ങളുടെ കണ്ണിന്റെ ക്വാളിറ്റി, കാഴ്ചയുടെ ക്വാളിറ്റി, നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന്റെ ശക്തി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണോ? അതോ നിങ്ങൾ എന്ത് കഴിച്ചാലും അത് വയറിന്റെ കാര്യം മാത്രമാണ്, ബാക്കിയുള്ള അവയവങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്ത് കഴിച്ചാലും അവയവങ്ങളൊക്കെ നന്നായി തന്നെ ഇരിക്കുക, നന്നായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഈ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരു പാഠപുസ്തകവും പഠിപ്പിച്ചിട്ടില്ല. ഒരു സിലബസിൽ ഇതൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്ററ്റുകൾ, പിന്നെ എന്തുണ്ടെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. MBBS പോകുന്നവരെ കുറച്ചുകൂടെ പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്നാലും അവരെയും മുഴുവൻ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെ ഒട്ടും പഠിപ്പിച്ചിട്ടില്ല. എന്നെയും പഠിപ്പിച്ചിട്ടില്ല. ഞാനിങ്ങനെ അതിക്രമിച്ച് കയറി പഠിച്ചതാണ്. ഒരു 10-15 ലക്ഷം രൂപയുടെ മെഡിക്കൽ ടെസ്റ്റുകൾ വാങ്ങി വെച്ച് അതിൽ നിന്ന് പഠിച്ചതാണ്. നിങ്ങൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ വയറ്റിൽ ചെന്നിട്ട് ദഹിക്കും. ദഹിച്ചിട്ട് ചെറുകുടലിൽ ചെല്ലും. എന്നിട്ട് വൻകുടലിലേക്ക് പോയിട്ട് പുറത്തേക്ക് പോവുക മാത്രമാണോ? അതിനിടയ്ക്ക് എന്താ നടക്കുക? ശരീരം അത് സ്വാംശീകരിക്കും, വലിച്ചെടുക്കും. അതിൽ നിന്ന് വേണ്ട പോഷകങ്ങൾ വലിച്ചെടുക്കുമെന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. രക്തത്തിൽ എന്നിട്ട് ഗ്ലൂക്കോസ് കയറും. അപ്പൊ രക്തത്തില് ചുവന്ന രക്താണുക്കളും പ്ലേറ്ററ്റുകളും ലിംഫോസൈറ്റ്സ് ഒക്കെ മാത്രമുള്ളോ? ഗ്ലൂക്കോസ് ഉണ്ടോ? ഉണ്ട്. കഴിച്ച പ്രോട്ടീൻ ദഹിച്ചതിന്റെ ഘടകങ്ങളുണ്ടോ? ഉണ്ടാകും. ശരീരത്തിൽ കൊഴുപ്പടിയുന്നു. കൊഴുപ്പുണ്ടാകും രക്തത്തില്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങളുടെ രക്തം നന്നാകുകയോ മോശമാകുകയോ രണ്ടുമല്ലാത്ത രീതിയിൽ തുടരുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടോ? ഉണ്ട്.
ഇതേത് മെഡിക്കൽ ടെസ്റ്റിലാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഇതേത് ഡോക്ടറാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? രക്തദൂഷ്യം, ചുവന്ന രക്താണുക്കൾ നശിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ കൂടി വരുന്നു, പ്ലേറ്റ്ലെറ്റുകൾ ഇല്ലാതെ വരുന്നു എന്ന് പറയുമ്പോൾ പോലും രക്തത്തിൽ കടന്ന് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടോ, കഴിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അച്ചാർ തന്നെ തിന്നുകൊണ്ടിരിക്കുന്നു. ഈ അച്ചാർ ദഹിച്ച് അച്ചാറിൽ നിന്ന് രക്തം ഉണ്ടായാൽ ആ രക്തം പ്രവർത്തിക്കുന്നതും ആ രക്തം പ്രവർത്തിക്കുന്ന അവയവങ്ങളിലൂടെ നിങ്ങളുടെ ശരീരം അനുഭവിക്കുന്നതും കരിക്കിൻ വെള്ളം കുടിച്ച് കരിക്കിൻ വെള്ളം ദഹിച്ചുണ്ടാകുന്ന രക്തമജ്ജ മാംസാദികളുള്ള ഒരു ശരീരം അനുഭവിക്കുന്നത് പോലെ ആയിരിക്കുമോ? എന്താ വ്യത്യാസം ഉണ്ടാവുമോ? വ്യത്യാസം ഉണ്ടാവുമോ? ആ വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കുമോ അന്ന് നിങ്ങൾ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ തുടങ്ങും. ഉറപ്പാണ്. ഈ വ്യത്യാസം ഇത്രയും ലളിതമാണ്. ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്ന സാധനത്തെ ഇത് ദഹിപ്പിച്ച് രക്തമജ്ജ മാംസാദികളാക്കി ഇങ്ങോട്ട് തരും. അതിന്റെ ക്വാളിറ്റി മോശമായിരിക്കുന്നു, അതിന് കേടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തതിന് കേടുണ്ട്. റോ മെറ്റീരിയൽ മോശമായിരുന്നു, അവരുടെ പ്രൊഡക്റ്റ് മോശമായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രൊഡക്റ്റിന്റെ പുറത്ത് കിടന്ന് നിങ്ങൾ കുസ്തി പിടിച്ചിട്ട് ഡോക്ടർക്ക് കൊണ്ടേ കാശ് കൊടുക്കാമെന്നല്ലാതെ നിങ്ങൾ ഒരു കാലത്തും നന്നാകാൻ പോണില്ല. നിങ്ങൾ കരട് മാറ്റി കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരട് മേടിച്ചു വെക്കാം. അതൊരു കള്ളുകുടിയന്റെ കരടാണെങ്കിലോ, മയക്കുമരുന്ന് കഴിക്കുന്നവന്റെ കരടാണെങ്കിലോ, പുകവലിക്കാരന്റെ കരടാണെങ്കിലോ, അച്ചാറ് തീനിയുടെ കരടാണെങ്കിലോ, അപ്പോഴും നല്ല ജീവിതം നയിക്കുന്ന നല്ല രക്തമജ്ജ മാംസാദികളുള്ള ഒരു മനുഷ്യന്റെ കരട് തന്നെ നിങ്ങൾ നോക്കുകയാണ് നല്ലത്. അതിനൊക്കെ പകരം നിങ്ങളുടെ ഭക്ഷണം നേരെ ചൊവ്വയുള്ള നല്ല ആരോഗ്യം തരുന്ന ഭക്ഷണമാക്കാൻ ശ്രദ്ധിച്ചാൽ പോരെ. ഈ ദുരിതത്തിന് പോകണോ? ഇപ്പോ ആഹാരം എന്താണ്, ആഹാരത്തിന് എന്താണ് സംഭവിക്കുന്നത്, ആരോഗ്യം എന്താണ്, രോഗം എന്താണ്, ഒരു രോഗം വന്നാൽ തന്നെ അതിനുള്ള പരിഹാരം എന്താണ് എന്നെല്ലാം മെഡിക്കൽ സയൻസിന്റെ ഭാഷയിലല്ലാതെ കോമൺ സെൻസിന്റെ സാമാന്യ വിവേകത്തിന്റെ ഭാഷയിൽ നമ്മുടെ അപ്പനപ്പന്മാരൊക്കെ ജീവിച്ചു പോകുന്ന ആരോഗ്യ ജീവിതത്തിന്റെ ഭാഷയിൽ പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടും. പക്ഷെ ഞാൻ ഈ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് എതിരായിട്ടൊന്നും പറയാറില്ല. ഈ മെഡിക്കൽ ടെസ്റ്റുകൾ ഞാനാണ് കേരളത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം കൃത്യമായിട്ട് പറയുന്ന ആള്. ആശുപത്രികളിൽ അവര് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പേരിൽ കപട ചികിത്സയാണ്, പ്രാകൃത അലോപ്പതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ നോക്കിക്കോ. ഞാൻ പറയുന്ന ഏത് കാര്യം നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റ്, ആധുനിക ശാസ്ത്രം, ഏത് ശാസ്ത്രം വെച്ച് നോക്കിക്കോ. അതിന് നിരക്കാത്തതൊന്നും ഞാൻ പറയില്ല, അതിലില്ലാത്ത പലതും പറയുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന, ഇന്ന് കഴിക്കുന്ന ഭക്ഷണം നാളത്തെ നിങ്ങളുടെ കണ്ണും മൂക്കും കവിളും രക്തമജ്ജ മാംസാദികളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നല്ലത് കഴിച്ചാൽ നാളെ അത് നന്നായിരിക്കും, ഇന്ന് മോശം കഴിച്ചാൽ നാളുകളിൽ അത് മോശമായി തീരും. ഇത്രയേ ഉള്ളൂ ജീവന്റെ നിയമത്തിൽ, ആരോഗ്യത്തിന്റെ നിയമത്തിൽ, പ്രകൃതിയുടെ നിയമത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അനാരോഗ്യത്തിന്റെ അടിസ്ഥാനം. ഇനി മറ്റൊരു കാര്യം, ഈ രോഗം എന്ന് പറയുന്ന സാധനം എന്താണ്? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? രോഗം അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അത് ഇരുട്ട് പോലെയാണ്. ഇരുട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? നമ്മൾ രാത്രിയൊക്കെ കാണാറുണ്ടല്ലോ. അത് സൂര്യൻ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാവോ? സൂര്യൻ എവിടെ ഒരു പെട്ടിയിലാക്കി, ഇരുട്ടിനെ പെട്ടിയിലാക്കി നിറച്ച് അടച്ച് കറുത്ത നിറമുള്ളത് കൊണ്ട് അടച്ച് കൊണ്ടുപോയി സൂര്യനെ കാണിക്കാൻ. സൂര്യൻ നോക്കുമ്പോൾ ഇരുട്ടുണ്ടോ? അതുപോലെയാണ് രോഗം. രോഗം എന്നൊന്നില്ല, ഓരോരോ പേരിട്ട് രോഗം വൈദ്യൻ ആവശ്യമാണ്. ഡോക്ടർക്ക് രോഗം വേണം ജീവിക്കാൻ, എനിക്കും വേണം. നിങ്ങളൊക്കെ രോഗം, ഞാനീ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളൊക്കെ രോഗമില്ലാണ്ട് ജീവിച്ച് അപകടം ഉണ്ടാക്കരുത്, എൻ്റെ കാര്യവും കഷ്ടത്തിലാക്കരുത്. ഞങ്ങളൊരു 10-20 ലക്ഷം പേരുണ്ട് ഇന്ത്യയിൽ. 9 ലക്ഷത്തോളം അലോപ്പതി ഡോക്ടർമാരും ബാക്കി
ആയുർവേദം, ഹോമിയോ, സിദ്ധ, പ്രകൃതി, യുനാനി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും കുറച്ച് പേരുണ്ട്. ഞങ്ങളുടെ ജീവിതം മുഴുവൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് നിങ്ങളുടെ ആഹാര പാനീയങ്ങളിലെ തെറ്റും അതേ തുടർന്ന് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗദുരിതങ്ങളുമാണ് ഞങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനം. ഇത് ഞാനീ പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾ ആഹാരപാനീയങ്ങളൊക്കെ ശ്രദ്ധിച്ച് രോഗങ്ങളില്ലാത്തവരായി ജീവിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അങ്ങനെ ആരും ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ കേട്ടാലും അങ്ങനെയാണ് കളഞ്ഞിട്ട് ആളുകൾ ആ പഴയതല്ല പുതിയ ആഹാര രീതി തന്നെ കുടുങ്ങിക്കിടക്കണം. അതിന് രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. കെണിയിലാണ്, നാവിൻ്റെ തടവറയിലാണ്, രുചിയുടെ തടവറയിലാണ് പലരും ജീവിച്ചു പോകുന്നത്. അതെന്താ രോഗങ്ങൾ ഇല്ല എന്ന് പറയുന്നത്? ഒരു ആശുപത്രിയിലേക്ക് ചെന്ന 10,000-ങ്ങളാണ് രോഗം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് തമ്പടിച്ചു കൂടുന്നത്. ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ അങ്ങോട്ട് കടക്കാൻ സൂചി കുത്താൻ സ്ഥലമില്ല. ഇപ്പോഴാണ് പറയുന്നത് രോഗമില്ലാതെ. എന്താ കൃഷ്ണപ്രസാദേ, രോഗമില്ലാന്ന് പറഞ്ഞാൽ സ്വീകാര്യമാവുമോ? സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. എന്നോ ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞേ. ക്യാൻസർ. അതെന്താ രോഗം? ശരീരത്തിലെ പ്രവർത്തനം കഴിഞ്ഞ കോശങ്ങൾ ചത്ത് പോകുന്നില്ല, ക്രമാതീതമായി പെരുകുന്നു എന്നൊക്കെ എല്ലാവരും പറയാറ് ആണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ശരീരത്തിൽ കാലാവധി കഴിഞ്ഞ കോശങ്ങൾ ചത്തുപോകാത്തത്? അപ്പൊ ശരീരത്തിൽ ചത്തുപോകലുണ്ട് അല്ലേ? ഓരോ ദിവസവും പ്രായപൂർത്തിയെത്തിയ കോശങ്ങൾ ചത്തുപോകണം. പുതിയ കോശങ്ങൾ ഉണ്ടാവുമോ? പുതിയ കോശങ്ങൾ ഉണ്ടാവണം. അതാണ് ശരീരത്തിലെ അടിസ്ഥാനപരമായ ഒരു പ്രവർത്തനം. ആ പ്രവർത്തനത്തിന്റെ താളം തെറ്റിയാൽ ക്യാൻസർ. താളം തെറ്റിയതിന്റെ കാരണം എന്താ? എന്തുകൊണ്ട് താളം തെറ്റുന്നു? ഇപ്പൊ കൃഷ്ണപ്രസാദ് ലോകാരോഗ്യ സംഘടനയുടെ WHO ക്യാൻസർ ലിസ്റ്റ്, IARC ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ഉറപ്പാണ്. അങ്ങനെ ലോകാരോഗ്യ സംഘടന ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ, നമ്മുടെ ആരോഗ്യവകുപ്പ് നമ്മളോട് പറയണ്ടേ, ഇന്ന സാധനങ്ങളെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്, ജനങ്ങളെ ക്യാൻസർ വരാതിരിക്കാൻ നിങ്ങൾ ആ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പറയണ്ടേ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ സർക്കാർ, കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നിങ്ങൾ കാണുന്ന ഡോക്ടർമാരും ലോകാരോഗ്യ സംഘടന ഇങ്ങനെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും മനുഷ്യരിൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്, ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്, ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. മൊബൈലിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം എടുത്ത് നോക്കിക്കോ. IARC ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ, IARC ക്യാൻസർ ലിസ്റ്റ്. വിക്കിപീഡിയ നോക്കിയാൽ മതി. അതിൽ ആ ലിസ്റ്റ് മൊത്തം നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്കത് കയ്യിൽ കിട്ടും. അതിൽ പറയുന്നത് നിങ്ങളുടെ കോശങ്ങളുടെ പ്രവർത്തനത്തിൽ താറുമാറുണ്ടാക്കി ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ അസറ്റാൽഡിഹൈഡ് ഏറ്റവും ആദ്യത്തെ സാധനമാണ്. അത് മദ്യത്തിലില്ല. പക്ഷെ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ കരളിൽ നടക്കുന്ന വിഘടന പ്രക്രിയയിൽ അസറ്റാൽഡിഹൈഡ് ഫോം ചെയ്യും. നിങ്ങൾക്ക് ക്യാൻസർ ലോകാരോഗ്യ സംഘടനയ്ക്ക് ഉറപ്പാണ്. ക്യാൻസർ വരും. അത് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അറിയുമോ? അതോ നിങ്ങൾ അറിയാതെ തന്നെ അതിന് മുമ്പ് തന്നെ ചീത്താറ്റത്ത് കത്ത് തീരുവെന്നൊക്കെയുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ. റെഡ് മീറ്റ്, പശു ഇറച്ചി, പന്നിയിറച്ചി, പോത്തിറച്ചി, ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന കാരണമാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ഈ ലിസ്റ്റിൽ കാണുന്നത്. അതുപോലെ തന്നെ ചില അലൂമിനിയം ക്യാൻസർ ഉണ്ടാക്കും. ഇതൊക്കെ എത്രയോ കാലമായി ഞങ്ങൾ പറയുന്ന അലൂമിനിയം പാത്രം ഉപയോഗിക്കല്ലേ, അലൂമിനിയം ഫോയിൽ പേപ്പറുകൾ, അലൂമിനിയത്തിന്റെ കണ്ടെയ്നറിൽ വരുന്ന ബിസ്ക്കറ്റ് ഉടയുള്ള ബിസ്ക്കറ്റും പാഷാണം.
അതിൻ്റെ അലൂമിനിയം പേപ്പറുകളാണെങ്കിൽ അതും കൂടുതൽ അപകടം, ക്യാൻസറാണ്. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. അപ്പൊ ക്യാൻസർ ശരീരത്തിന്റെ അടിസ്ഥാന പ്രവർത്തനത്തിൽ വരുന്ന പാളിച്ചയാണ്, ആരോഗ്യത്തിന് വന്നിട്ടുള്ള ഒരു അപകടമാണ്. ആരോഗ്യത്തിന് അപകടം ഉണ്ടാവാതെ, അനാരോഗ്യം വരാതെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു രോഗത്തിന്റെ പേര് പറയാമോ? ആരോഗ്യത്തിന്റെ കുറവല്ല, അനാരോഗ്യം കാരണമല്ല. അങ്ങനെയല്ലാതെ ഒരു രോഗം മനുഷ്യന് വരുമോ? ബ്ലോക്ക്, രക്തം ഹൃദയത്തിന് പമ്പിയ രക്തത്തിന്റെ ക്വാളിറ്റി മാറിപ്പോയി. അത് ആരോഗ്യം കൂടിയത് കൊണ്ടാണോ ആരോഗ്യം കുറഞ്ഞുകൊണ്ടാണോ? ആരോഗ്യം കുറഞ്ഞുകൊണ്ടല്ലേ. ഹൃദയത്തിന് വേണ്ട പോലെ തള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഹൃദയത്തിന് പ്രഷർ കൊടുത്ത് തള്ളി എല്ലായിടത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ സുതാര്യമായ ആയിരിക്കേണ്ട രീതിയിലുള്ള രക്തമല്ല. ആ രക്തത്തിന്റെ കൊഴുപ്പ് കെട്ടല്, കട്ടിയാകല് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത് മൈദ കഴിച്ചിട്ടാണോ, വനസ്പതി കഴിച്ചിട്ടാണോ, മരുന്നുകൾ കഴിച്ചിട്ടാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളൊരു 5 കൊല്ലം പ്രഷറിന്റെ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് ഹാർട്ടിലെ ബ്ലോക്ക് ഉറപ്പല്ലേ? നിങ്ങൾ 5 കൊല്ലം പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ BP കൂടിയിരിക്കും. നിങ്ങൾക്ക് അതിനും കൂടെ മരുന്ന് കിട്ടും. 5 കൊല്ലം കൂടെ BPക്ക് നിങ്ങൾ മരുന്ന് കഴിച്ചാൽ ഹാർട്ടിന്റെ പമ്പിങ് തരാനാകും. കാരണം BP മരുന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരുന്നത് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്ന ഒരു പ്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? BPക്ക് നിങ്ങൾക്ക് ഡോക്ടർമാർ തരുന്ന മരുന്നുകൾ പലതരത്തിലുള്ളതുണ്ട്. അതിലൊന്ന് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്, രണ്ടാമത്തത് ACE ഇൻഹിബിറ്റേഴ്സ് ആണ്, പിന്നെ ഡയൂററ്റിക് മരുന്നുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില മരുന്നുകൾ തരുമ്പോൾ ഈ മരുന്നുകൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. BPയുടെ മരുന്ന് ബീറ്റ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിന്റെ ബീറ്റിംഗ്, ഹാർട്ട് ബീറ്റ് ബ്ലോക്ക് ചെയ്യും, കുറയ്ക്കും. അപ്പൊ പ്രഷർ കുറയും, നിങ്ങൾക്ക് ആശ്വാസമായി. പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്ന ദുരന്തം എന്താണ്? നിങ്ങൾ കൂടുതൽ നേരം എവിടെയെങ്കിലുമൊക്കെ ക്യൂ നിൽക്കേണ്ടി വരിക, ഇലക്ഷന് വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കേണ്ടി വരിക. ഹാർട്ടിന്റെ ബീറ്റ് കുറച്ച് വെച്ചിരിക്കുകയാണ്, അത്യുദ്ധാനം ചെയ്ത് താഴെ കാലിന്റെ അവിടെ നിന്ന് തുടങ്ങി തന്നെ വലിച്ചെടുത്ത് തലയിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റാണ്ട് നിങ്ങൾ കുഴഞ്ഞു വന്ന് ചത്തുന്നു വരും. ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് നിങ്ങൾ കഴിക്കുന്നത്. ACE ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ കൂടുതൽ കുഴപ്പമാണ്. തലച്ചോറിൽ നിർദ്ദേശം കൊടുത്തിട്ട് ഹൃദയത്തിലേക്ക് തലച്ചോറിൽ നിന്ന് നിർദ്ദേശം വന്ന് ഹാർട്ട് ബീറ്റ് കുറപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഡയൂററ്റിക് മരുന്നാണെങ്കിൽ നിങ്ങൾ കൂടുതൽ മൂത്രമൊഴിക്കും. അപ്പൊ ധമനികളിലുള്ള വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് കൊണ്ട് ധമനികളുടെ പാസേജ് കുറച്ച് കൂടിയതായിട്ട് അനുഭവപ്പെടും. നിങ്ങളുടെ BP കുറഞ്ഞു കിട്ടിയെന്ന് വരും. ഈ നാടകം നടത്തുന്നതല്ലാതെ BPയുടെ കാരണം, നിങ്ങളുടെ BP കൂടിപ്പോയതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് ആ കാരണം പരിഹരിക്കാനുള്ള വിവേക ബുദ്ധിയൊന്നും മണ്ടം മരുന്നിനില്ല. ഒരിക്കലും നിങ്ങളുടെ കാരണം മാറുന്നില്ല. അതുകൊണ്ട് തന്നെ മരുന്ന് നിർത്തിയാൽ BP അപ്പൊ പിന്നെ പൊങ്ങിക്ക് വരും. മരുന്നും തുടരും, കാരണവും തുടരും, ആപത്തും തുടരും. നിങ്ങളുടെ ഹാർട്ടിന്റെ കാര്യം കഷ്ടമാകും. 5 കൊല്ലം കൂടെ ഹാർട്ടിന്റെ തന്നെ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ കാലിൽ നീര് വെക്കാൻ തുടങ്ങും. അപ്പൊ ഡോക്ടർ തന്നെ പറയും, നമ്മൾ ആ മരുന്നുകളൊക്കെ ഇത്ര നാളായിട്ട് കഴിക്കണമല്ലേ. നമുക്ക് കിഡ്നിയുടെ ഫംഗ്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. ഡോക്ടർക്ക് അറിയാം അടി കിട്ടാൻ പോകണം, വലിയൊരു ലാഭം വരാൻ പോവുകയാണ്. 10-20 ലക്ഷം രൂപയുടെ ലാഭവും ജീവിതകാലം മുഴുവൻ ഭയങ്കര ചികിത്സയും ഡയാലിസിസും വരാൻ പോവുകയാണ്. ആ കാലിൽ നീരുണ്ടല്ലോ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ക്രിയാറ്റിൻ, കിഡ്നി ഫംഗ്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണ്, ബ്ലഡ് യൂറിയ കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ ചികിത്സയുടെ കൂട്ടപ്പൊരിച്ചിലാണ്. തൃശ്ശൂർ പൂരത്തിന് ആദ്യം മാലപ്പടക്കം പടോടാന്ന് പൊട്ടും, പിന്നെ അതിൻ്റെ കുറെ കൊണ്ടുപൊട്ടും, പിന്നെ കുറച്ച് കഴിയാൻ നേരത്ത് മാലപ്പടക്കം കൂട്ടിയിട്ടിട്ട് മാലപ്പടക്കങ്ങൾ പൊട്ടും, പിന്നെ കുണ്ട് തന്നെ കൂട്ടിയിട്ടിട്ട് കുണ്ടും മാലപ്പടക്കവും കൂടെ കൂട്ടിയിട്ടിട്ട് അവസാനം പൊട്ടിച്ച് മൈതാനം തികയാതെ വരുന്നത് കൊണ്ട് അവിടെ കുന്നുപോലെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് അതാണ് കൂട്ടപ്പൊരിച്ചിൽ. പിന്നെ ചികിത്സകളുടെ കൂട്ടപ്പൊരിച്ചിലാണ്. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ശാസ്ത്രമാണിതെന്നാണല്ലോ പറയണത്. ആരോഗ്യമുള്ള ഒരാള്, ഒരു ചെറുപ്പക്കാരൻ ഒരു രോഗമായിട്ട് ചെന്നാൽ ഡോക്ടർ കൂടുതൽ മരുന്നുകൾ കൊടുക്കുമോ അത് കുറച്ച് മരുന്ന് തരുമോ?
അധികം മരുന്ന് കഴിക്കണ്ട, അധികം മരുന്ന് കഴിക്കണം നല്ലതല്ല. അതുകൊണ്ട് കുറച്ച് മരുന്നാണ് ആരോഗ്യമുള്ളവർക്ക് തരിക. ആരോഗ്യം ഒട്ടുമില്ലാത്ത ഒരു അപ്പൂപ്പനെ ആശുപത്രിയിലേക്ക് കൊണ്ടു വന്നു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് 50,000 രൂപയുടെ മരുന്ന്, 1.5 ലക്ഷത്തിന്റെ മരുന്ന്, ഏത് വഴിയിലൂടെയൊക്കെയാണ് കുത്തി ഈ മരുന്ന് മുഴുവൻ അകത്ത് കയറ്റിയെന്നാണ് എനിക്ക് അത്ഭുതം പലപ്പോഴും തോന്നുക. എവിടെയെല്ലാം ദ്വാരമുണ്ടോ അതിൽ കൂടിയൊക്കെ ചെലുത്താവുന്ന അത്രയും മരുന്നുകൾ കുത്തിച്ചെലുത്തി ഒരു 5-8 ലക്ഷം രൂപയുടെ ബില്ലിങ്ങൾ തരും. അപ്പൊ ആരോഗ്യം കുറഞ്ഞവർക്ക് വിഷവീര്യം കൂടുതലുള്ളത് കൊണ്ട് മരുന്ന് കുറച്ചും, ആരോഗ്യം കുറഞ്ഞവർക്ക് ഭീകരമായ രീതി മരുന്ന് കയറ്റണ ഈ ആശുപത്രിയിലെ ചികിത്സാ രീതിയിലെ ശാസ്ത്രയുക്തി എന്താണ്? എന്താണ് ഇതിന്റെ യുക്തി? എന്താണ്? രോഗമൊന്നും പറഞ്ഞില്ല, ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ അനാരോഗ്യമുണ്ട്. ഈ 2 അവസ്ഥകളെ നമ്മുടെ ശരീരത്തിനുള്ളൂ. ആരോഗ്യമുള്ള ഒരാൾക്ക് ഓടിച്ചാടി നടക്കാൻ, മല കയറാൻ, സ്റ്റെപ്പുകൾ കയറാൻ ഒരു കുഴപ്പമില്ല. ആരോഗ്യം ഇല്ലാത്ത ഒരാളിലോ സ്റ്റെപ്പ് കയറുമ്പോൾ അയാളുടെ കാൽമുട്ട് പറയും വയ്യ, എന്നെ കൊണ്ട് വയ്യ, കയറണ്ട, താഴെ കൂടെ നടന്നാൽ മതി. അത് കാൽമുട്ട് പറയുന്നത് എങ്ങനെയാ? കരണക്കുറ്റിക്ക് അടി തന്നിട്ടല്ലല്ലോ, വേദന ഉണ്ടാക്കിയിട്ട് സ്വയം വേദനിച്ചുകൊണ്ടാണ് ഇങ്ങനെ കയറല്ലേ, എനിക്ക് വയ്യ. ഹൃദയം പറയും വേണ്ട, താഴെ കൂടെ നടന്നാൽ മതി, എനിക്ക് കൂടുതൽ പമ്പ് ചെയ്ത് അത്യാധ്വാനം ചെയ്യാൻ പറ്റില്ല. അത് ഹൃദ്രോഗം എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തെ പിന്നെ കീറി. ഹൃദയം വയ്യാന്ന് പറയുമ്പോ പാടില്ലാത്ത വീക്കായ ഹൃദയത്തെ കുത്തി കീറി തൂമ്പ് വെച്ചു കൊടുത്ത്, പൈപ്പ് അഡീഷണൽ വെച്ചു കൊടുത്ത് ഹൃദയത്തെ നന്നാക്കുകയാണോ നിങ്ങൾ? കീറുന്ന ഹൃദയം, അതും ഇവിടെ ഒരു ലെയർ ആദ്യം കീറി ഇങ്ങോട്ട് വലിച്ചു മാറ്റി, പിന്നെ കൊഴുപ്പിന്റെ ലെയർ കീറി അതും വലിച്ചു മാറ്റി ക്ലിപ്പൊക്കെ ഇട്ട് വെച്ച്, പിന്നെ നെഞ്ചിൻ കൂട് അത് കറ 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 മുറിച്ച് മുറിച്ച് പൊളിച്ച് അതിങ്ങനെ വിടർത്തി വെച്ചിട്ട് ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ആ ഒരു സർജറി നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടാല് പിന്നെ കത്തി നിങ്ങളുടെ നെഞ്ചത്ത് വെക്കാൻ നിങ്ങൾ സമ്മതിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് ഹൃദയത്തെ പോയിട്ട് കാലിനെ സമയത്ത് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹൃദയം കുറേ കൂടെ നന്നാകുകയാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കോ? എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചേക്കരുത്. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ വിശ്വസിക്കത്തില്ല. അതിനു പകരം നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലോക്കുകൾ നന്നായി വെയിൽ കൊണ്ടാൽ മാറുന്നതാണ്. നിരവധി ആളുകളിൽ അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ബ്ലോക്കായി ഇരിക്കുന്നത് ഇരുമ്പിന്റെ കട്ട കയറിയിട്ടല്ലോ. ഇരുമ്പിന്റെ കട്ട കയറിയിട്ടാണെങ്കിൽ എടുത്ത് മാറ്റണം. ബൈപ്പാസിൽ പോലും അതെടുത്ത് മാറ്റണില്ല, ബൈപ്പാസ് ചെയ്യുന്നതേ ഉള്ളൂ. ബ്ലോക്ക് അവിടെ ബ്ലോക്കായിട്ട് തന്നെ ഇരിക്കും. ബ്ലോക്കിന്റെ കാരണം തുടങ്ങി, അടുത്തടുത്ത് ബ്ലോക്കാകും, ബൈപ്പാസിൽ അടുത്തും ബ്ലോക്കാകും. ഇരുമ്പിന്റെ കട്ടയൊന്നുമല്ലല്ലോ, കൊഴുപ്പല്ലേ കയറുന്നത്. കൊഴുപ്പ് കൂടിപ്പോയി, കൊളസ്ട്രോൾ കയറി എന്നാണ് അവർ പറയുക. വീട്ടില് തണുപ്പ് കാലത്ത് വെളിച്ചെണ്ണ കുപ്പി കട്ടയാവാറില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങള് ഹൃദയം ബ്ലോക്കായിരിക്കുന്ന കുപ്പികളൊക്കെ എടുത്ത് വെയിലത്തിടും. കാലത്തും വൈകിട്ടും പെറുക്കി വെയിലത്തിടും. ചൂടേറ്റത് ഉരുകും. പിന്നെ ഉള്ളിൽ കൂടെ ഉരുക്കാനായിട്ട് വാഴപ്പിണ്ടി നീര്, കുമ്പളങ്ങ നീര്, പഴങ്ങൾ ധാരാളം കൊടുക്കും, പച്ചക്കറികൾ ധാരാളം കൊടുക്കും. 1 മാസം 3 മാസമൊക്കെ കൊണ്ട് ആളുകളുടെ ബ്ലോക്ക് അവിടെ പോയെന്ന് അറിയില്ല. ഇത് വ്യാജമാണ്. ഇങ്ങനെ ചികിത്സിക്കുന്നത് കപട ചികിത്സയാണ്. 2 ലക്ഷം കെട്ടിവെച്ച് കീറി മുറിച്ച് അനസ്തേഷ്യം കയറി സ്റ്റിറോയിഡ്സും ആന്റിബയോട്ടിക്കും പെയിൻ കില്ലറും എല്ലാം കൂടെ കയറിയിട്ട് 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് കരളിനും കിഡ്നിക്കും തകരാറുണ്ടാക്കുന്ന ചികിത്സയാണ് 1-ാം തരം ശാസ്ത്രീയ ചികിത്സ. കാരണം അതിന് പുരോഗമനമുണ്ട്. അതിൽ 2-3 ലക്ഷത്തിന്റെ ഹാർട്ട് സർജറി ചെയ്ത് അതിന്റെ മരുന്ന് സർജറി ചെയ്തുകൊണ്ടായില്ല, വെടിയും വെക്കണം തോന്നും പറയണം. ആദ്യം പറഞ്ഞ് ഗുളിക കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ 5-6 കൊല്ലം ഗുളിക കഴിച്ചപ്പോൾ പറഞ്ഞ് ഗുളിക കൊണ്ടായില്ല, കീറണം, ബൈപ്പാസ് വേണം. ബൈപ്പാസ് കഴിഞ്ഞപ്പോൾ പിന്നെയും പറയണം ബൈപ്പാസും പോലെ പിന്നെയും മരുന്ന് കഴിക്കണമെന്ന്. അപ്പൊ ഒരു രോഗി ചോദിച്ചു ഡോക്ടറല്ലേ പറഞ്ഞത് ബൈപ്പാസ് ചെയ്താൽ മതിയെന്ന്. പിന്നെ എന്തിനാ മരുന്ന് കഴിക്കണേ? ബൈപ്പാസ് ആണെങ്കിൽ പരിഹാരം എന്തിനു മരുന്ന്? മരുന്നാണ് പരിഹാരമെങ്കിൽ എന്തിനു ബൈപ്പാസ്? ഇത് ഒരു തരം ഏർപ്പാടെന്നല്ലാണ്ട് ഇതിനെ ശാസ്ത്രം എന്ന് വിളിക്കാൻ, ശാസ്ത്രീയമായ
പരിഹാരം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇതല്ലാത്ത വഴികളുണ്ട്. അപകട സാധ്യതകൾ കൂടുതലുള്ള, ശരീരത്തെ വിഷം കലർത്തുന്ന, ശരീരത്തിന്റെ സുസ്ഥിതിയെ തകർക്കുന്ന ഈ ഏർപ്പാടല്ലാതെ പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരങ്ങളാണ് വാസ്തവത്തിൽ കൂടുതൽ കാലം ഹൃദ്രോഗിയെ ജീവിപ്പിച്ചിരുത്തുന്നത് എന്ന് വിശ്വസിക്കാൻ തക്ക ന്യായങ്ങളും തെളിവുകളും ഇന്ന് മെഡിക്കൽ ഫീൽഡിലുണ്ട്. അത് ഹാർട്ടിന്റെ ബൈപ്പാസ് ചെയ്തിട്ടുള്ള ആളുകൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു, സ്റ്റെന്റ് ഇട്ടവർ എത്ര കാലം ജീവിച്ചിരിക്കുന്നു, പ്രകൃതി ചികിത്സയിലൂടെ ഹൃദ്രോഗം മാറ്റി വന്നവർ എത്ര കാലം ജീവിക്കുന്നു, ആ ഒരു ശതമാന കണക്കെടുത്ത് പഠിച്ചാൽ മതി. ശാസ്ത്ര താല്പര്യമുള്ള ആര് പഠിക്കാൻ വന്നാലും ഞങ്ങളുടെ ചികിത്സാലയങ്ങൾ സന്തോഷമായിട്ട് സ്വീകരിക്കും. ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ തുറക്കാറുണ്ട്, അവിടെ അനുഭവങ്ങൾ. ഇപ്പൊ കുമ്പളങ്ങിയിലെ ഒരു ഷൺമാധുരൻ, അന്നത്തെ അദ്ദേഹത്തിന് 9 ബ്ലോക്കുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. 9 ബ്ലോക്കുകൾ അടിയന്തരമായിട്ട് സർജറി ചെയ്യണം. അപ്പൊ ഷൺമാധുരൻ ചോദിച്ചു, അപ്പൊ എപ്പോഴാണ് ഡോക്ടർ സർജറി? മറ്റന്നാൾ. അപ്പൊ ഇന്നും നാളെ ഞാൻ മരിക്കില്ല അല്ലേ? നാളെ ഞാൻ മരിക്കില്ല. എന്നാൽ ഞാൻ വീട് വരെ പോയിട്ട് നാളത്തെ ജീവിതം ഒന്ന് ആസ്വദിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. മക്കളോട് പറഞ്ഞാ മനുഷ്യൻ ജനിച്ചാൽ എന്നായാലും മരിക്കും. എനിക്കിങ്ങനെ കുത്തിക്കീറി ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ വെജിറ്റബിളായിട്ട് ഇരിക്കാൻ പറ്റുകയില്ല. മരിക്കണത് നേരത്തെ മരിച്ചോട്ടെ. ഇപ്പോൾ മക്കളാകെ പ്രശ്നത്തിലായി. ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര കടുംപിടുത്തക്കാരനാണ്. പറഞ്ഞതാണ്. കുമ്പളങ്ങിയിലെ വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്. ഇപ്പം മകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒരു കാര്യം ചെയ്യാം, ചമ്പക്കരയിൽ, ഇവിടെ അച്ഛൻ പറഞ്ഞല്ലോ അധ്യക്ഷ പ്രസംഗത്തിൽ, ചമ്പക്കരയിൽ ഞാനൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട്. അത് ജേക്കബ് വടക്കഞ്ചേരി എന്ന് പറഞ്ഞ ആളാണ് നടക്കുന്നത്. ജേക്കബ് വടക്കഞ്ചേരി. അപ്പോൾ എന്നെ നിങ്ങൾക്ക് അറിയാം. വൈപ്പിനിൽ ഞാൻ ഈ സ്വാശ്രയ വൈപ്പിൻ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളുടെ വലിയ ചില പരിപാടികളിൽ അദ്ദേഹം വന്ന് പങ്കെടുത്തിട്ടുണ്ട്. വടക്കഞ്ചേരി നടത്തണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന് 12 കൊല്ലം കഴിഞ്ഞു. ഈ വെയിൽ കൊണ്ട് പച്ചനീരൊക്കെ കുടിച്ച് ചോറും തിന്ന് 12 കൊല്ലമായി ഷൺമാധുരൻ പറന്ന് നടന്ന് ജീവിക്കുക, പ്രവർത്തനം നടത്തുക. അദ്ദേഹത്തിന്റെ 80ാമത്തെ പിറന്നാള് കുമ്പളങ്ങി ആ ഗ്രാമം മുഴുവൻ ആഘോഷിച്ചു. അഡ്വക്കേറ്റ് സുഗുണപാലൻ, NN സുഗുണപാലൻ അദ്ദേഹം എന്നെ വിളിച്ചു. ജേക്കബ് സെപ്റ്റംബർ 3-ാം തീയതി ഇവിടെ വരണം. കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം. നമ്മൾ 3-ാം തീയതി, ഞാൻ 1-ാം തീയതി കാസർഗോഡ്, 2 കണ്ണൂർ, 3 വയനാട്, 4 കോഴിക്കോട്, 5 മലപ്പുറം, 6 പാലക്കാട്, 7 തൃശ്ശൂർ, 8 എറണാകുളം, ഇങ്ങനെ 14 ജില്ലയിൽ ഓരോ ദിവസം പോകണം. 17 കൊല്ലമായി തുടങ്ങിയിട്ട്. സെപ്റ്റംബർ 3 പ്രയാസമാണല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റിയതല്ല. ഇവിടെ സുഗമപാലൻ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സുഗമപാലൻ സാറാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഷൺമാധുരൻ 12 കൊല്ലമായി അദ്ദേഹത്തിൻ്റെ 80ാമത്തെ പിറന്നാൾ നാട് മുഴുവൻ കൂടി ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന് ഒറ്റ നിർബന്ധമുള്ളൂ. ഞങ്ങളിന്ന് പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ ക്ലാസ് കൂടെ വെക്കണം. ഞാൻ പോയി ക്ലാസ് എടുത്തു. 12,000 പേര് സദ്യയിൽ പങ്കെടുത്തു. എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉഷാറായിട്ട് ജീവിക്കുകയാണ്. ഷൺമാധുരൻ തുടങ്ങിയിട്ട് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട ഞങ്ങളുടെ രോഗികളുടെ എല്ലാ അനുഭവങ്ങളുള്ള പ്രകൃതി പാതയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ എന്നുള്ള പുസ്തകം ഒരു പത്രപ്രവർത്തകൻ തയ്യാറാക്കിയതാണ്. അത് അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ആ പുസ്തകം ഇറങ്ങുന്നുണ്ട്. പത്രപ്രവർത്തകന് ആദ്യം വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. ഇന്റർവ്യൂ നടത്തി എഴുതുന്നതൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ സുജീവിതം മാസികയിൽ വന്നതും നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ എഴുതില്ല, എനിക്ക് ഓരോരുത്തരെയും മുന്നിൽ കിട്ടണം. ഞാൻ പറഞ്ഞു, മുന്നിൽ കിട്ടില്ല, നിങ്ങൾ അവരുടെ വീട്ടുകളിൽ പോയിട്ട് അന്വേഷിച്ചോളൂ, എന്നിട്ട് എഴുതിയാൽ മതി. അങ്ങനെ 2-3 പേരെ കണ്ടു കഴിഞ്ഞപ്പോൾ കക്ഷി പതുക്കെ പറഞ്ഞു, കക്ഷിക്ക് സൈനസൈറ്റിസ് ഉണ്ട്, എന്താ ചെയ്യണ്ടേ? ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, ചികിത്സ ചോദിക്കാൻ തുടങ്ങി. പിന്നെ കക്ഷി ഓരോരോ പ്രശ്നങ്ങൾ, വീട്ടുകാരുടെ പ്രശ്നങ്ങൾ പലരെയും പറഞ്ഞു വിടാൻ തുടങ്ങി.